ലീഡർ ഫ്രണ്ടിൽ ഇതാ മോളുടെ ഇവിടെ ഫ്രണ്ടിൽ അപ്പുറം. 4-ാം ഗ്രൂപ്പിന്റെ ലീഡർ ഫ്രണ്ടില്. ഓക്കെ ഓക്കെ, 4 ഗ്രൂപ്പ് റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇപ്പൊ ഒരു ഗെയിം അങ്ങ് തുടങ്ങാൻ പോവാണ്. ആദ്യം ഒരു ഗെയിമില് കേട്ടോ. സന്തോഷമാണെങ്കിൽ കയ്യടി. അത്രയും കയ്യടിക്കണ്ട. 2 കയ്യടി മതി. 2 കയ്യടി കേട്ടോ. 2 കയ്യടി. സന്തോഷമാണെങ്കിൽ കയ്യടി. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ കയ്യടി. ഓക്കെ, കയ്യടിയുടെ ശബ്ദം നോക്കുന്നുണ്ട് കേട്ടോ. കൈയുടെ ശബ്ദത്തിനൊക്കെ മാർക്കുണ്ട്. പിന്നെ എല്ലാത്തിനും മാർക്കാണ്. മാർക്ക് ഇടുന്നത് നിങ്ങളുടെ ആനിമേറ്റേഴ്സ് ആണ് കേട്ടോ. മാർക്കിട്ട് സോറി, ആനിമേറ്റേഴ്സ് അല്ല, പുറകിലുള്ള 2 പേരില്ലേ? ഓക്കെ, മാർക്ക് ഇടുന്നവര് കേട്ടോ. ടീച്ചർ ഒന്ന് നോക്കിയെടുത്തോ. ഗ്രൂപ്പ് നിങ്ങളൊരു വിശുദ്ധന്റെ പേരുണ്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിന്? ഇല്ല, 1-ാം ഗ്രൂപ്പ് 2-ാം ഗ്രൂപ്പ് ഓക്കെ. 1-ാം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്താ വിശുദ്ധന്റെ പേരെന്താ? ഈ ഗ്രൂപ്പിന്റെ, സിസ്റ്റർ ഗ്രൂപ്പിന്റെ, ആനിമേറ്റേഴ്സിന്റെ ഫ്രാൻസിസ് അസീസി. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരെന്നാ? തേർഡാണോ? ഇത് ഗ്രൂപ്പ് ഒന്നും അറിയത്തില്ല ആർക്കും. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഒരു പേരിട്ടോ. 5 മാർക്കാണ്. ആദ്യം പേരിടുന്നവർക്ക് 5 മാർക്കാണ്. ഫ്രാൻസിസ് അസീസി 5 മാർക്ക് ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 5 മാർക്ക്. ഓക്കെ, 5 മാർക്ക് ഈ ഗ്രൂപ്പ്. ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പിന് 5 മാർക്ക്. ഓക്കെ, 2-ാമത്തെ ഗ്രൂപ്പ് പെട്ടെന്ന് വിശുദ്ധന്റെ മരിയ ഗോരത്തി 3 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. 3 മാർക്ക്. അത് മാർക്ക് എഴുതുന്നാരാ? ടീച്ചറെ മാർക്ക്. മരിയ ഗോരത്തി ഗ്രൂപ്പിന് 3 മാർക്ക്. പെട്ടെന്ന് ഇത് ടീച്ചറിന്റെ അനാസ്ഥ മൂലം ഷീന ടീച്ചറെ പെട്ടെന്ന് ഇത് 3 കേട്ടോ. ഫ്രാൻസിസ് അസീസി 5, മരിയ ഗോരത്തി 3. അടുത്ത ഗ്രൂപ്പ് ഇവിടെ ഏതാ പറഞ്ഞായിരുന്നു? നിങ്ങളാണോ പറഞ്ഞത്? അഗസ്റ്റിൻ ഇവിടെ 1 മാർക്ക് കേട്ടോ. അഗസ്റ്റിന് 1 മാർക്ക്. ഇതുവരെ ഗ്രൂപ്പിന്റെ പേരിടാത്ത ഗ്രൂപ്പിന് ഇതൊരു മാർക്കൊന്നുമില്ല. ഓക്കെ, ഇനിയുണ്ട്, മത്സരങ്ങളുണ്ട്, പേടിക്കണ്ട. ഓക്കെ, അപ്പോ ആദ്യം ഗെയിം കളിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മരിയ ഗോരത്തി ഗ്രൂപ്പിന്റെ പേര് പരിചയപ്പെടുത്തുകയാണ്. മരിയ ഗോരത്തി, ഫ്രാൻസിസ് അസീസി, വിശുദ്ധ അഗസ്റ്റിൻ, അൽഫോൻസ, കൊച്ചുറേസ്യ. ബിഷലീഗിന്റെ കൊച്ചുറേസ്യ. ഓക്കെ, കൊച്ചുറേസ്യ, അഗസ്റ്റിൻ, ഫ്രാൻസിസ് അസീസി. എല്ലാവരും കൈയടിച്ച നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് കിട്ടിയതുണ്ട്. കമാ, നല്ല കൈയടി അടിച്ചത് ഇവരാണ്. നമ്മുടെ മരിയ ഗോരത്തി ടീമാണ്. 1 മാർക്ക്. ടീച്ചറെ ഇത് കാർലോ അക്കിറ്റസ് ആണ്. കാർലോ അക്കിറ്റസ്. പേര് മാറ്റിയവര്. ഓക്കെ, അപ്പൊ അഗസ്റ്റിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർലോ അക്കിറ്റസ്. ഓക്കെ, വെരി ഗുഡ്. കാർലോ അക്കിറ്റസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. ഞെരിപ്പാണ് കാര്യങ്ങൾ മുഴുവൻ. സമ്മാനമാണ് ഇതിനകത്ത് മുഴുവൻ. ഓരോ പോയിന്റും സമ്മാനങ്ങൾ മാത്രമാണ്. ഓരോ പെർഫോമൻസിനും ഫുള്ള് സമ്മാനമാണ്. മക്കളെല്ലാവരും ഞെരിപ്പോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഏറ്റവും തീഷ്ണതയോടെ. റെഡിയാ? റെഡിയാണോ? യെസ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഗെയിം കളിക്കുക. സന്തോഷമാണെങ്കിൽ കയ്യടി. ചിലർ നിരാശയോടെ ഇരിക്കുന്നവരുണ്ട് ഈ ഗ്രൂപ്പിൽ. എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച്, അച്ഛനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. ഒന്ന് പുഞ്ചിരിച്ച് എല്ലാവരും. ഏറ്റവും നല്ല പുഞ്ചിരിക്ക് 2 മാർക്ക്. ആരും നല്ല പുഞ്ചിരി ഇവരുടെ എല്ലാവർക്കും 2 മാർക്ക്. 2 മാർക്ക് കേട്ടോ. കാർലോ അക്കിറ്റസ് 2 മാർക്ക്. ഓക്കെ, ഇവരുടെ പുഞ്ചിരി നല്ല 2 മാർക്ക് കൊടുത്തേരെ കേട്ടോ. നിങ്ങളുടെ പുഞ്ചിരി എല്ലാവരും ചിരിക്കുന്നുണ്ടോ? എല്ലാവരും ചിരിച്ചു. ഓക്കെ, 2 മാർക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പുഞ്ചിരി. ഓക്കെ, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ കയ്യടി. വെരി ഗുഡ്. അടുത്തത് സന്തോഷമാണെങ്കിൽ 2 കൈ ശബ്ദത്തില്. നല്ല ഇവർ ഈ ഗ്രൂപ്പുകാരാണ് സജീവമായത്. കാർലോ അക്കിറ്റസ് 1 മാർക്ക് കൊടുത്തേ കേട്ടോ. എല്ലാത്തിനും പടപട മാർക്കാണ്. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഞൊടിയടി. വെരി ഗുഡ്. ഈ 2 ഗ്രൂപ്പുകാർക്ക് ഓരോ മാർക്ക് കൊടുത്തേ കേട്ടോ. നല്ല മിടുക്കരായിട്ട് അവർ ചെയ്തു കേട്ടോ. കൊച്ചുറേസ്യ പുറകോട്ട് പോവാണോ? ഓക്കെ, അപ്പൊ ഫ്രാൻസിസിന് സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഞൊടിയടി. ഓക്കെ, അടുത്ത സന്തോഷമാണെങ്കിൽ മുട്ടടി. എല്ലാവരും മുട്ടടിച്ചേ. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ മുട്ടടി. അടുത്തത് സന്തോഷമാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ്. അടുത്തുള്ളവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്. ഷെയ്ക്ക് ഹാൻഡ്. ഓക്കെ, ഷെയ്ക്ക് ഹാൻഡ്. അതെ, ഷെയ്ക്ക് ഹാൻഡ്. ഇതുപോലെ ഷെയ്ക്ക് ഹാൻഡ്. അടുത്തുള്ളവർക്ക് ഷെയ്ക്ക് ഹാൻഡ്. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ്. ഓക്കെ,
അടുത്തത് ലാസ്റ്റ്. സന്തോഷമാണെങ്കിൽ ടാറ്റ. ടാറ്റ. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ടാറ്റ. ടോട്ടോ. ഇപ്പൊ ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 5 എന്ന് പറഞ്ഞ ഇവർക്ക് കേട്ടോ. കാർലോ അക്വിറ്റസ് 1 മാർക്ക് കൊടുത്ത് കേട്ടോ. അക്വിറ്റസിന് 1 മാർക്ക് കൂടെ. ഇപ്പൊ ടോട്ടൽ എത്ര മാർക്കായി? ടോട്ടൽ എത്ര മാർക്കായി? അല്ല മൊത്തത്തില് മൊത്തം അല്ലല്ല ഓരോ ഗ്രൂപ്പ് 7 മാർക്ക്. അസീസി കൈയടിച്ചോ? മരിയ ഗോരത്തി 6 മാർക്ക്. 6 മാർക്ക്. കട്ടയ്ക്ക് കട്ടയാണ്. 3 മാർക്ക്. 3. ഒന്നും പേടിക്കണ്ട, മാർക്കുകളുടെ കൂമ്പാരമാണ് വരുന്നത് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സന്തോഷമാണെങ്കിൽ കയ്യടി, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ കയ്യടി, സന്തോഷമാണെങ്കിൽ ഞൊടിയടി, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഞൊടിയടി, സന്തോഷമാണെങ്കിൽ മുട്ടടി, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ മുട്ടടി, സന്തോഷമാണെങ്കിൽ ഷെയ്ക്കാൻ, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ഷെയ്ക്കാൻ, അത് സന്തോഷമാണെങ്കിൽ ടാറ്റ, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ടാറ്റ. ഇനിയാണ് ഗെയിം വരാൻ പോകുന്നത് കേട്ടോ. ചാക്കോച്ച ഒന്നെല്ലാം ശ്രദ്ധിച്ചു, ഗെയിം വരാൻ പോകുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം ഞാൻ നമ്പർ ഇടുവാണ്. സന്തോഷമാണെങ്കിൽ അച്ഛൻ പറയും 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെല്ലും? 1 എന്ന് പറയുമ്പോൾ കൈയടിക്കണം. 1 എന്ന് പറയുമ്പോൾ 2 തവണ കൈയടിക്കണം. 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഞൊടിയടിക്കണം. ഓക്കെ, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ 3 എന്ത് ചെയ്യണം? മുട്ടടിക്കണം. 3 മുട്ട്. സന്തോഷമാണെങ്കിൽ 4 ഷെയ്ക്കാൻഡ് കൊടുക്കണം. ഷെയ്ക്കാൻ. സന്തോഷമാണെങ്കിൽ 5 ടാറ്റ. ഇത് നിങ്ങളുടെ ബ്രില്യൻസിയെ അളക്കാനുള്ളതാണ് കേട്ടോ. നിങ്ങൾ എത്രമാത്രം ഇത് ഗ്രാസ്പ് ചെയ്ത്. അച്ഛൻ ഒറ്റ തവണയെ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അറിയാം ഒറ്റ തവണ കൊണ്ട് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന്. പക്ഷേ അച്ഛനറിയാം ബദിയെടുക്കയിലെ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരാണ്. ഒറ്റ തവണ പറഞ്ഞാൽ മതി, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ലീഡർ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ഉപദേശിച്ചോ, വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങൾ എല്ലാവരും ചെയ്യണം. മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 20 മാർക്കാണ് കിട്ടുന്നത്. 20 മാർക്ക് ഗ്രൂപ്പിന്. 20 മാർക്ക്. അതായത് 20 മാർക്കിന് നമുക്കറിയാം ഫസ്റ്റ് കിട്ടുന്ന ഗ്രൂപ്പിന് പാമ്പ്ലാനി പിതാവ് നൽകുന്ന 500 രൂപയുടെ ക്യാഷ് അവാർഡ്. 500 രൂപയുടെ ക്യാഷ് അവാർഡ്. സെക്കൻഡ് കിട്ടുന്ന ഗ്രൂപ്പ് 250 രൂപ. ഞറലക്കാട്ട് പിതാവ് നൽകുന്ന 250 രൂപയുടെ ക്യാഷ് അവാർഡാണ് ആ ഗ്രൂപ്പിന് നൽകുന്നത്. 250. തേർഡ് കിട്ടുന്ന ഗ്രൂപ്പിന് 100 രൂപ. നമ്മുടെ വല്യമറ്റം പിതാവ് നൽകുന്ന 100 രൂപയുടെ ക്യാഷ് അവാർഡാണ് നൽകുന്നത്. 100 രൂപയുടെ. അടുത്തത് ഏറ്റവും നല്ല ഗ്രൂപ്പിനെ നയിക്കുന്ന ഗ്രൂപ്പിന്റെ ആനിമേറ്റേഴ്സ് ഒന്ന് കൈവക്കിക്കുക. ആനിമേറ്റേഴ്സ് ജിതിനച്ഛൻ നൽകുന്ന 50 രൂപയുടെ ക്യാഷ് അവാർഡ് കിട്ടും നിങ്ങൾക്ക്. ഏറ്റവും നിങ്ങൾ നന്നായിട്ട് ഗ്രൂപ്പിനെ നയിക്കുവാണെങ്കിൽ ചലിപ്പിക്കുവാണെങ്കിൽ 50 രൂപയുടെ ക്യാഷ് അവാർഡ്. ഇങ്ങനെയാണ് ഈ വർഷത്തെ ക്യാഷ് അവാർഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ 500 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാടുകയാണ് ഐസ്ക്രീം കഴിക്കാൻ എല്ലാവർക്കും. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? എല്ലാവരും ചാടി എഴുന്നേക്ക്. ചാടി എഴുന്നേറ്റ് ഇനി ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഗ്രൂപ്പിനെ വിജയിപ്പിക്കാൻ, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കാതെ ചെയ്യുന്ന ആൾക്കാണ് സമ്മാനം കിട്ടുന്നത് കേട്ടോ, മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ട്രയൽ ചെയ്യാം. സന്തോഷമാണെങ്കിൽ 1, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ 2, സന്തോഷമാണെങ്കിൽ 3, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ 4. ഇപ്പൊ ടാറ്റായും കൈയൊക്കെ കൊടുത്തവരെ പുറത്താവും കേട്ടോ. അങ്ങനെയാണ് ഗെയിമിന്റെ കളി കേട്ടോ. തെറ്റ് ചെയ്താൽ അന്നേരം അവിടെ ഇരുന്നോണം കേട്ടോ. അവിടെ ഇരുന്നോണം. ഓക്കെ, നോക്കിയിരുന്നു. ഓക്കെ, തുടങ്ങാം. റെഡി, സ്റ്റാർട്ട്. ഇത് ട്രയൽ ആയിരുന്നു. റെഡി. സന്തോഷമാണെങ്കിൽ 1, സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ. ഇപ്പൊ കൈയടിച്ചവരല്ല അവിടെ ഇരുന്നേ. കൈയടിച്ചവരൊക്കെ അവിടെ ഇരുന്നേ. ഓക്കെ, കൈയടിച്ചവര്. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ 5. ഇപ്പൊ മുട്ടടിച്ചവരൊക്കെ അവിടെ ഇരുന്നേ. ആനിമേറ്റർ അടക്കം മുട്ടടിച്ചവരൊക്കെ അവിടെ ഇരുന്നേ. സന്തോഷമാണെങ്കിൽ ഉല്ലാസമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ. ഇപ്പൊ കൈയടിച്ചവരൊക്കെ അവിടെ ഇരുന്നേ. അവിടെ ഇരുന്നേ. ഓക്കെ, ഇനി എണ്ണിക്കോ.
അച്ഛാ ഒന്ന് എണ്ണിക്ക്. ഏറ്റവും കൂടുതൽ കൈയടിച്ചവർ ഗ്രൂപ്പിലുള്ള ഇരിക്കെ. ആളുകൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കൈയടിച്ചവരുണ്ട്, ഇരിക്കെ. ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. ഇതിൽ ഫസ്റ്റ് നേടിയ ഒന്ന് എണ്ണിക്ക്. നിൽക്കുന്നവര് 2, 3, 6, 1, 7, 2, 10. പെട്ടെന്ന് സിസ്റ്റർ ഒന്ന് എണ്ണാവോ? അതാ ഞാൻ പറഞ്ഞു. ടീച്ചർ ഒന്ന് എണ്ണിക്ക് പെട്ടെന്ന് ഗ്രൂപ്പിൽ നിൽക്കുന്നവർ. എഴുന്നേക്കല്ലേ കേട്ടോ, എഴുന്നേക്കല്ലേ. ഓക്കെ, 13 പേരാ. ഇത് ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ അവർ തെറ്റിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റിച്ചോരെ ഇരിക്കണം കേട്ടാ. ഓക്കെ, സത്യസന്ധത. ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഇവിടെയാന്ന് തോന്നുന്നു അല്ലേ, കൊച്ചുറേസിയാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ബാക്കിയുള്ള ടീച്ചേഴ്സ് എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. നിങ്ങൾ ഊർജ്ജസ്വലരായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, റെഡി? എന്നാലേ കാര്യങ്ങൾ നടക്കാവുള്ളൂ. ഓക്കെ, റെഡി? കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവരാന്ന് തോന്നുന്നു അല്ലേ. രണ്ടാമത് ഏത് ഗ്രൂപ്പാണ്? രണ്ടാമത് ഏത് ഗ്രൂപ്പാണ്? ഒന്ന് ഇവിടെ കൂടുതൽ ആൾക്കാരെ ഇതിനെയൊക്കെ പരിശീലിക്കുന്നു. 11. ഇവിടെ എത്രയുണ്ട്? ഓക്കെ, ശരി. ഇതൊന്നും കഴിയില്ല. അപ്പോ 20 മാർക്ക് നേടി കൊച്ചു ത്രേസ്യ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 15 മാർക്ക് നേടി കാർലോ അക്വിറ്റസ് ആൻഡ് ഫ്രാൻസിസ് അസീസി. കാർലോ അക്വിറ്റസ് കൈയടിക്കാം. ഓക്കെ, അടുത്തത് 13 മാർക്ക് നേടി പേരെങ്ങനെയായിരുന്നു? മരിയഗോരത്തി തൊട്ടു പിന്നാലെ. ഓക്കെ, ഇരുന്നോ. ഇനിയും ഗെയിംസ് ഉണ്ട്. ഇപ്പൊ നമ്മള് നേരെ ഒരു ഇതിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത ഡയറക്റ്റ് ആയിട്ട് അച്ഛൻ ഒരു പോയിന്റിലേക്ക് പോവുകയാണ്, പവർ പോയിന്റിലേക്ക് പോവുകയാണ്. നിങ്ങൾ പവർ പോയിന്റ് ശ്രദ്ധിച്ചോളുക കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചേ. തിരിയുന്നുണ്ടോ? കാണുന്നില്ല? അയ്യോ, പണി പറ്റിയല്ലോ. ഓക്കെ, കാണത്തില്ല നമ്മുടെ ഇപ്പോഴോ? ഓക്കെ, കാണുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ? വായിച്ചേ. കൊച്ചുറേസ്യ ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ വായിക്കി. ഒന്നാം ഗ്രൂപ്പുകാർ വായിക്കേ. സോറി, പിന്നെ നമ്മുടെ കൊച്ചുറേസ്യ ഗ്രൂപ്പുകാർ വായിക്കേ. പെട്ടെന്ന് വായിക്കേ, സമയമില്ല. പോരാ. അടുത്ത 2 കാർലോ അക്വിറ്റസ് ഗ്രൂപ്പ്. വെരി ഗുഡ്. അടുത്തത് 3ാമത്തെ ഗ്രൂപ്പുകാര്. ഓക്കെ, ഇവർക്ക് 5 മാർക്ക് കേട്ടോ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ പറഞ്ഞത് ഇവർ 5 മാർക്ക്, ഇവർക്ക് 3 മാർക്ക്. അടുത്ത ഗ്രൂപ്പ്, കമോൺ. അടുത്ത ഗ്രൂപ്പ് മരിയഗോരത്തി. കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നില്ല? നിങ്ങളിപ്പോ കാണിക്കാൻ എന്നാണ് ഒരു മാർഗം? ഒന്നുകൂടെ നോക്കിയേ. അവിടുന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. കിട്ടുന്നില്ല? ഇത് സെന്ററിലേക്ക് വെക്കാൻ പറ്റുമോ? ചുമ്മാ ആക്കാൻ പറ്റൂടാ? തിരിയുന്നുണ്ടോ? നോക്കിയേ മോനെ, അവിടെ മാറിക്കേ. തിരിയുന്നുണ്ടോ? ഉണ്ടോ? കാണുന്നുണ്ടോ? ഒന്ന് വായിച്ചേ അച്ഛൻ കേക്കട്ടെ. കത്തി നിൽക്കണം, എന്നാലേ കൈകൂപ്പാൻ ആളുണ്ടാവുകയുള്ളൂ. ഇതാ നിങ്ങൾക്ക് 50 മാർക്കിന്റെ ഒരു എന്താണ് ഈ സെന്റൻസ് അർത്ഥമാക്കുന്നത്? ഓരോ ഗ്രൂപ്പിൽ നിന്നും ലീഡറിനെ തിരഞ്ഞെടുക്കാം. ലീഡറിന് ആരെ വേണം? കത്തി നിൽക്കണം, എന്നാലേ കൈകൂപ്പാൻ ആളുണ്ടാകുകയുള്ളൂ. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല ജിൽ പോലെ നിൽക്കുന്ന ഗ്രൂപ്പുകൾക്കാണ് എന്ത് കിട്ടുകയുള്ളൂ? മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ഇതിനെക്കുറിച്ച് 5 സെന്റൻസ് പറയുന്ന ഗ്രൂപ്പിലെ ഒരാള്, ശക്തനായ ഒരാള് വന്ന് 5 സെന്റൻസ് പറയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും 50 മാർക്കാണ്. 50 മാർക്ക്. ആനിമേറ്റേഴ്സിന് വേണേ മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഈ വന്ന് അവതരിപ്പിക്കുന്ന ആൾക്ക് ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ. ഓരോ ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തരായിട്ട് മാറി വന്ന് ചെയ്യണം. എന്നാൽ മാത്രമേ നിൽക്കുന്നു. കത്തി നിൽക്കണം, എന്നാലേ കൈകൂപ്പാൻ ആളുണ്ടാകുകയുള്ളൂ. ഓക്കെ, അച്ഛൻ സമയം തരികയാണ്. ഏകദേശം 1 മിനിറ്റ് മാത്രമേ ആലോചിക്കാൻ സമയമുള്ളൂ. ആദ്യം വരുന്നവർക്ക് 5 മാർക്കാണ് കേട്ടോ. വെരി ഗുഡ്. മരിയഗോരത്തി. നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ ലീഡർ തന്നെ ആദ്യം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് മരിയഗോരത്തി ഗ്രൂപ്പിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായിട്ട് ലീഡറിന്റെ പേരെന്താണ്? അൽഫോൻസ തന്നെയാണ്. നമ്മുടെ പ്രേക്ഷിത അൽഫോൻസാമ ഇതാ എത്തിയിരിക്കുന്നു. പറയാം, സെന്റൻസുകൾ പറയാം. ഓക്കെ, നമ്മൾ
നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈശോയിൽ കൂടുതൽ ആഴപ്പെടാൻ പറ്റൂ. ഈശോയിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഹൃദയം. ഈശോയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിൽ കയറാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിലും നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ അടിയുറച്ച് നിൽക്കണം. നമ്മൾ ബാക്കിയുള്ളവരെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്കും ബൈബിൾ വായിക്കാനും അങ്ങനെയെല്ലാം നമ്മൾ എല്ലാവരെയും പ്രേരിപ്പിക്കണം. നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ളവരുടെ അടുത്ത് നമ്മൾ നമ്മുടെ വിശ്വാസം അവരിലേക്ക് പകർന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂടുതൽ കത്തി ജ്വലിപ്പിക്കണം. നമ്മൾ വിശ്വാസത്തിലേക്ക് നമ്മൾ സന്ധ്യാപ്രാർത്ഥന മുടക്കുന്നതൊന്നും നിർത്തരുത്. അങ്ങനെ നിർത്തിയാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഈ കത്തി തീരുന്ന മെഴുകുതിരി പോലെ അവസാനം ഒരു ഒറ്റ വിശ്വാസം പോലും നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയടി കൊടുക്കാം. 5 മാർക്ക് ആദ്യം വന്ന് പെർഫോമൻസ് ചെയ്തുകൊണ്ട് 5 മാർക്ക്. പക്ഷെ ഇത് ശരിയാവണമെന്നില്ല, ഉത്തരം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. 5 മാർക്ക് കൊടുക്കാം, പോയിന്റ് അച്ഛൻ. ഇനി ആരാണ് ഇത് ഉത്തരം ശരിയായിട്ടില്ല? ഇനി അടുത്ത് റെഡി. ഏതാ ഗ്രൂപ്പ്? ഏതാ? ഒന്നാം ഗ്രൂപ്പില് നമ്മുടെ ഒന്നാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പേര് പറ, മറ്റേ വിശുദ്ധന്റെ പേര് പറ. ഏതാ? കൊച്ചുരഹസ്യ ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് നല്ലൊരു കൈയടി കൊടുക്കാം. ഇതിൽ പ്രോത്സാഹനം നൽകിയ ഗ്രൂപ്പ് മരിയഗോരത്തി ഗ്രൂപ്പാണ്. ഒരു മാർക്ക് കൊടുത്തത്. കൈയടിക്കാൻ പറഞ്ഞപ്പോൾ അവരാണ് നല്ലൊരു കൈയടി നൽകിയത്. കാരണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കൂടുതൽ ആൾക്കാർ അവരാണ്. ഓക്കെ, പറഞ്ഞോ. കത്തി നിൽക്കണം എന്നാലേ കൈകൂപ്പാൻ ആളുണ്ടാവില്ല. എല്ലാരും ഒന്ന് പറഞ്ഞേ, കത്തി നിൽക്കണം എന്നാലേ കൈകൂപ്പാൻ ആളുണ്ടാവുകയുള്ളൂ, അല്ലെ? കത്തി നിൽക്കണം. ആരാ പറഞ്ഞതാ ഏറ്റവും കൂടുതൽ? മരിയഗോരത്തി ഗ്രൂപ്പ് 1 പോയിന്റ് കൊടുത്തേ കേട്ടോ, ഏറ്റവും നന്നായിട്ട് പറയുന്നത്. എപ്പോഴും ചറവറ മാർക്കാണ്. അനിമേറ്റേഴ്സ് നിങ്ങൾക്ക് 50 രൂപ ക്യാഷ് അവാർഡ് ഉള്ളതാണ് കേട്ടോ. ജിതിനച്ചൻ നൽകുന്ന, വിഷൻ ലീഗിന്റെ ഡയറക്ടർ നൽകുന്ന, മേടിക്കുക. ഓക്കെ, റെഡി, പറഞ്ഞോ, നമുക്ക് കേൾക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് പല കുഞ്ഞുങ്ങളും അത് അനുകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുർബാനയുടെ ഇടയിൽ എങ്ങനെയാ കൈകൂപ്പി നിന്ന അവരും അത് കണ്ട് അനുകരിച്ച് നമ്മളെ പോലെ തന്നെ വിശുദ്ധിയിൽ വളരുവാനും അവർക്ക് ഒരു അവസരം ഉണ്ടാവും. കത്തി നിൽക്കണം എന്നാലേ കൈകൂപ്പാൻ ആൾ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് റെഡി, പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് പറഞ്ഞ മോന്റെ സാന്നിധ്യത്തിൽ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നല്ല കൈയടി. വീണ്ടും ആ ഗ്രൂപ്പ് മരിയഗോരത്തി ഗ്രൂപ്പ് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ. 1 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഉത്തരം ശരിയായെന്ന് ഞാൻ പറയുന്നില്ല. 2 മാർക്ക് കൊടുക്കാം. 2 മാർക്ക്. രണ്ടാമത് വന്നുകൊണ്ട് 2 മാർക്ക്. ഓക്കെ, റെഡി. കത്തി നിൽക്കണം. കൈയടിച്ച് മാർക്ക് വന്നു. കൈയടിച്ച് മാർക്ക് മേടിക്കേ വന്നു. ഓക്കെ, പറയാം മോളെ, ഊർജ്ജസ്വലതയോടെ പറഞ്ഞോ. വിശ്വാസം എന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ളതല്ല, ബാക്കിയുള്ളവരെ അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അതേപോലെ നമ്മൾ മനസ്സിൽ നമ്മുടെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാതെ എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മറ്റൊരു മതസ്ഥർക്കും നമ്മുടെ ഈശോയെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രേക്ഷിത പ്രവർത്തനം എന്നത് മിഷൻ ലീഗിന്റെ ലക്ഷ്യമാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നത്ര നമ്മൾ ചെയ്യണം. അല്ലാതെ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ കത്തി നിന്നാലേ മറ്റുള്ളവരെ കൈകൂപ്പാൻ നമ്മുടെ അടുത്ത ആളുണ്ടാവുള്ളൂ. വെരി ഗുഡ്. ഈ കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഒറ്റ ശ്വാസത്തില് വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. നോക്കി എന്തൊരു തീക്ഷ്ണതയോടെയാണ്. തീർച്ചയായിട്ടും മകൾക്ക് ഇവർക്ക് രണ്ടാമതുണ്ട് 1 മാർക്ക്. പക്ഷേ ഈ മകളുടെ പെർഫോമൻസിന് ഒരു 3 മാർക്ക് കൊടുക്കാം കേട്ടോ. ഗ്രൂപ്പ് ഏതായിരുന്നു? ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പിന്. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാര് റെഡി. ഓക്കെ, യു ആർ റെഡി. കമോൺ. കത്തി ഉത്തരം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ നമുക്ക് മരിച്ചാലും നമ്മളെ ആരും മറക്കുകയില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ മെഴുകുതിരി പോലെ തെളിഞ്ഞു നിൽക്കുമെന്നാണ് ഈ വാക്കുകൾ എനിക്ക് തോന്നിയത്. നല്ല പെർഫോമൻസ്. ഭയങ്കര ഹൈലി ഫിലോസഫിക്കൽ ധീര യോദ്ധാവാണ് കേട്ടോ. മിഠായിരിക്കട്ടെ. ഓക്കെ, 2 മാർക്ക് കൊടുക്കാം. 1 മാർക്ക്. ഓക്കെ, അപ്പൊ എല്ലാ ഗ്രൂപ്പുകാരും വന്നോ? വന്നെങ്കിൽ 5 മാർക്ക് വെച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഈ കത്തി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നല്ല ചടുലതയോടെ. ഇപ്പൊ അച്ഛൻ ക്ലാസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്, മനസ്സിലായോ? എനർജി ഉണ്ട് അല്ലെ? ഈ തിരി കെട്ടുപോയി കഴിഞ്ഞാൽ പ്രകാശം കൊടുക്കാൻ പറ്റുമോ? അപ്പോ കത്തി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുവോ അതിനോട് 100% തീഷ്ണത കേട്ടോ. ഇപ്പൊ ലീഡർ എന്ന നിലയിൽ ഞാനൊന്നും ചെയ്യുന്നില്ലേ, ഞാൻ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ ആകാൻ പറ്റുമോ?
ആൾക്കാർ അംഗീകരിക്കത്തില്ല, മാറാൻ പറയും അല്ലെ എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ജ്വലിച്ച് നിൽക്കണം, എല്ലാ കാര്യങ്ങളിലും തീഷ്ണതയോടെ ടപ്പ ടപ്പ ടപ്പേ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കത്തി ജ്വലിച്ച് നിൽക്കണം അല്ലെ. എന്നാൽ അങ്ങനെയെങ്കിലേ നമ്മൾക്ക് ലോകത്തിൽ പ്രശസ്തരായിട്ട് തീരാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനകത്ത് സുവിശേഷത്തെ ചേർത്ത് പിടിച്ച് ഏറ്റവും തീഷ്ണതയോടെ പറഞ്ഞത് പ്രിയപ്പെട്ട മകളാണ്. 20 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പിന് 20 പോയിന്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 20 പോയിന്റ്. പേടിക്കണ്ട, ഇനിയും സംഗതിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്യാപ്ഷൻസ് ഇതിന് പെർഫോം അടുത്തയാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്തയാള് പറഞ്ഞു വിടേണ്ടത്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ വരികയാണ്. ഓക്കെ, പുതപ്പിക്കാം ഭൂമിയെ പച്ച കൊണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പുതപ്പിക്കാം. ഓക്കെ, നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യമാണ് അല്ലെ, നമുക്കറിയാം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് 10 സെന്റൻസ് പറയുന്ന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആദ്യം എന്ന് പറയുന്നവർക്ക് 5 മാർക്ക്, പതിവ് പോലെ തന്നെ 10 സെന്റൻസ് പറയുന്നവർക്ക് 50 മാർക്കാണ്. 50 മാർക്ക്. റെഡി? വെരി ഗുഡ്. ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പ് റെഡി? തയ്യാറായവർ ഇങ്ങോട്ട് പോരെ കേട്ടോ. തയ്യാറായവർ ഇങ്ങോട്ട് പോരെ. ഓക്കെ, നമ്മൾ ഭൂമിയെ നശിപ്പിക്കാൻ പാടില്ല. മരം മുറിക്കുന്നതുകൊണ്ട് ഭൂമിന്റെ പച്ചപ്പ് നിലനിർത്തത്തില്ല. 2, നമ്മൾ ഭൂമിയെ നമ്മുടെ വീട് പോലെ എന്ന് കരുതണം. മറ്റുള്ളവർക്ക് ഇതിൽ ജീവിക്കാനുള്ളതാണ്. 3, മൃഗങ്ങളും ഈ ഭൂമിയിലെ ജീവജാലങ്ങളാണ് നമ്മളെ പോലെ. അപ്പം നമ്മൾ കാടിനെയൊക്കെ നശിപ്പിച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. 4, വെള്ളങ്ങളെ ചീത്തയാക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് കഷ്ടമാണ്, അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. 5, നമ്മൾ മരം വെട്ടാനും പാടില്ല, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയും. വെള്ളത്തെ മലിനമാക്കുന്നത് കൊണ്ട് മനുഷ്യന്മാരും നശിക്കാൻ സാധ്യതയുണ്ട്. അത് കുടിച്ചിട്ട്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് റെഡിയാണോ? ഇനിയുള്ളവർക്ക് വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം വന്നുകൊണ്ട് 5 മാർക്ക് കേട്ടോ. ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പിന് 5 മാർക്ക്. ഇനി ആരെങ്കിലും റെഡി? യു ആർ റെഡി? കമോൺ. നോക്കാം. നല്ലൊരു കൈ. പേര് പറഞ്ഞു. മരങ്ങളും പച്ചപ്പൊക്കെ നമുക്ക് ഒരു നല്ല ഷെൽട്ടറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളത്തെ ഒരിക്കലും മാലിന്യങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. മരങ്ങൾ വെട്ടാൻ പാടില്ല. പിന്നെ ഓരോ ദിവസവും നമ്മൾ മരങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കണം. മരങ്ങൾ നമുക്ക് ഓക്സിജനൊക്കെ നമുക്ക് തരുന്നുണ്ട്. അടുത്ത ഗ്രൂപ്പ് റെഡി? ഇവർക്ക് 3 മാർക്ക്. പെട്ടെന്ന് ഇനിയുള്ള 2 മാർക്കിന് വേണ്ടി ഇനിയുള്ള 2 മാർക്ക് ഇതാ നിങ്ങൾക്കായി നൽകുന്നു. 2 ഗ്രൂപ്പുകാര് ഇല്ല? റെഡിയില്ല? ആരുമില്ല? അച്ഛനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, യു ആർ റെഡി? കമോൺ. ഇനിയുള്ള 2 മാർക്ക്. ഓക്കെ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അവിടെ ജീവിക്കുന്നവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എങ്കിലും മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതുകൊണ്ട് നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മരങ്ങൾ മുറിക്കുന്നതിൻ്റെ പല ഇരട്ടി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല, നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. പ്രകൃതി നമുക്ക് ശ്വസിക്കാൻ വായുവും മലിനീകരണത്തെ തടയുകയും ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഓരോ സെന്റൻസുകളെ രൂപീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയായിരുന്നു ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. മക്കളെല്ലാവരും അതിൽ വിജയിച്ചു. ഒരു ഗ്രൂപ്പുകാരും കൂടെ സിസ്റ്ററിന്റെ ഗ്രൂപ്പിൽ ആനിമേറ്റർ വെറുതെ ഇരിക്കും. പോകുന്നില്ലെന്നോ? അയ്യോ, ഇറ്റ്സ് വെരി ബാഡ്. ഓക്കെ, ഗ്രൂപ്പിൽ ആരുമില്ല. അപ്പൊ നിങ്ങള് ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ സെന്റൻസുകൾ നിർമ്മിക്കാനുള്ള, അതായത് നിങ്ങൾക്ക് വാക്കുകൾ സംസാരിക്കാനുള്ള പേടി ഉണ്ടായിരുന്നല്ലോ, അതില് പേടിയില്ലാതെ ഭയം കൂടാതെ ആദ്യം വന്ന പ്രിയപ്പെട്ട മോന്റെ പേരെങ്ങനെയാ? അഡോൺ 50 മാർക്ക് ഇവരുടെ ഗ്രൂപ്പിന് കിട്ടിയിരിക്കുകയാണ്. 50 മാർക്ക്. രണ്ടാമത് വന്നത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. അവർക്ക് 30 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. 30. മൂന്നാമത് വന്ന ഈ ഗ്രൂപ്പിൽ നിന്നാണ് 20 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. 20 മാർക്ക്. സ്കോറൊന്നും ഇല്ലാതെ പ്രിയപ്പെട്ട ഗ്രൂപ്പില്
നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാമ്പ്ലാനി പിതാവ് നൽകുന്ന അവാർഡിന് നിങ്ങൾ പരിശ്രമിക്കുന്നില്ല എന്നാൽ ഖേദകരമുണ്ട്. എന്തെങ്കിലും അടുത്ത തവണ നിങ്ങൾ പരിശ്രമിക്കുന്നുള്ള പ്രത്യാശയോടെ ഞാൻ നിങ്ങൾ കാട്ടി. അടുത്തത് നമ്മളൊരു പാട്ടാണ്. ഈ പാട്ടില് ഏറ്റവും നന്നായിട്ട് നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഗ്രൂപ്പിന് 100 മാർക്കാണ്. 100 മാർക്ക് കേട്ടോ. 100 മാർക്ക്. ഏറ്റവും നന്നായിട്ട് നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഗ്രൂപ്പിന് 100 മാർക്ക്. ഓക്കെ, യെസ്. ഒന്ന് ആലോചിച്ചു, നൃത്ത ചൂടുകൾ വേണേ ആലോചിച്ചു. പാട്ട് ചിലപ്പോൾ നൃത്തം വെക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒന്ന് ആലോചിച്ചു, ഒന്ന് ചർച്ച ചെയ്തോ, പെട്ടെന്ന് ചർച്ച ചെയ്തോ. ഓക്കെ, ആനിമേറ്റേഴ്സ് വേണമെന്ന് മോട്ടിവേറ്റ് ചെയ്തോ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോ. 100 മാർക്കാണ്. 100 മാർക്ക് കിട്ടിയാൽ അടിച്ച് കയറും, ഒന്നും പേടിക്കാനില്ല. ഇതാ ഈ ഗ്രൂപ്പിന് അടുത്ത തവണ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല ലീഡർ എല്ലാവരോടും സംസാരിച്ച പോയിട്ട് എല്ലാവരോടും സംസാരിച്ചപ്പോ കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിന് നിന്നോണ്ട് തന്നെ കേട്ടോ കേട്ടോ. അവിടെ എവിടെ നിങ്ങൾ വേണേ ആ സൈഡിൽ കൂടിക്കോ, നിങ്ങൾ വേണേ ആ സൈഡിൽ കൂടിക്കോ, ഈ സൈഡിൽ കൂടിക്കോ. ഓരോരുത്തർ റെഡി. എടാ ഓടിയ റെഡി. അങ്ങ് ദൂരെ ഒന്നും പോകണ്ട, ഇവിടെ തന്നെ മതി കേട്ടോ. ഇതേതാ ഗ്രൂപ്പ്? എല്ലാരും കൂടി കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിനാണ് കേട്ടോ. 200 മാർക്കാണ്. 200 മാർക്ക് കേട്ടോ. ആളുകൾ ഗ്രൂപ്പ് ഇത് മൈക്കിന്റെ പറഞ്ഞു ഇത്രയുള്ളൂ. ഹലോ കുറച്ചുകൂടെ കൂട്ടി വെക്കാം. ഓക്കെ, കുറച്ചുകൂടെ കൂട്ടി വെക്കാം. അവിടെ കൂട്ടി വെക്കാം. ഇത് ഹലോ റെഡി. റെഡിയാണോ? എന്റെ ചങ്കാനെന്റെ യേശു, സംഗീത ചേരവെന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നുവെന്ന് എന്റെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാനെ എന്റെ ചങ്കാനെന്റെ യേശു, സംഗീത ചേരവെന്ന് എന്റെ വീണ്ടെടുത്തെന്റെ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നുവെന്ന് എന്റെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാനെ 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 എന്റെ ചങ്കാനെ യേശു. ചങ്കാനെ എന്റെ ചങ്കാനെ ചങ്കാനെ എന്റെ ചങ്കാനെ യേശു. ഇനിയും നല്ല സ്റ്റെപ്പുകളിലേക്ക് ഡാൻസ് കളിക്കാൻ. എന്നും ദീപമായി കൂടെയുണ്ടേ അവിടെ വേളകളിൽ എന്നും ആശ്വാസമേ അവെല്ലാം. എന്നും ദീപമായി കൂടെയുണ്ടേ അവിടെ വേളകളിൽ എന്നും ആശ്വാസമേ അവെല്ലാം. ചങ്കാനെ 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 എന്റെ ചങ്കാനെ യേശു. ചങ്കാനെ
മച്ച്, താങ്ക് യു. നിങ്ങൾ വന്ന് നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്നിരിക്കുക കേട്ടോ. ഓടിവാ. ഓക്കെ, ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ വഴി അച്ഛൻ നിങ്ങളോട് സംസാരിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രൂപ്പിനെ അതിനെ എങ്ങനെ ചലിപ്പിക്കാമെന്നായിരുന്നു. എങ്ങനെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ലൊരു കയ്യടി തരികയാണ് കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഗ്രൂപ്പിനെ ചലിപ്പിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഏതായിരുന്നു? കൊച്ചുറേസ്യ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അനങ്ങിയത് കൊച്ചുറേസ്യ ഗ്രൂപ്പായിരുന്നു. 2ാം സ്ഥാനം നേടിയത് നമ്മുടെ മരിയ ഗോരത്തി. 200, 175, 3ാം സ്ഥാനം. 2 ഗ്രൂപ്പുകാർ ഒരുപോലെ പങ്കിട്ടു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനങ്ങുന്നതായിരുന്നു. ഇനി പാട്ടുണ്ട്. ഇവർക്ക് 150 മാർക്ക് വെച്ച് കേട്ടോ, 150 മാർക്ക് വെച്ച്. ടീച്ചറെ ഇനി മുമ്പോട്ട് ഒന്ന് പോയിന്റുകൾ ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ, കൂട്ടി എഴുതണമെന്നില്ല, ടീച്ചറെ കൂട്ടി. ഓക്കെ, അടുത്ത നമ്മള് ഒരു സെക്ഷൻ ഇവിടെ പോയിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ്. വീണ്ടും സമയത്തിറങ്ങിയാൽ സമയത്ത് കയറാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞേ, ഈ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞേ, ഈ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞേ, ഈ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞേ. ഓ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ കൊച്ചുറേസ്യ പറഞ്ഞിരിക്കുകയാണ്. 20 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും 10 മാർക്ക് വെച്ച് കിട്ടിയിരിക്കുകയാണ്. അത്രയും കുറയ്ക്കല്ലേ? ഓക്കെ, റെഡി. റെഡിയാ. സമയത്തിറങ്ങിയാൽ സമയത്ത് കയറാം. എന്താണ് ഇതിനെക്കുറിച്ച് 3 വാക്കുകളല്ല 3 സെന്റൻസുകൾ പറയുന്ന ആദ്യം വന്ന് പറയുന്നവർക്ക് 50 മാർക്ക്. യു റെഡി? കം ഓൺ. ഏത് ഗ്രൂപ്പ് ഏതാ? അൽഫോൺസ ഗ്രൂപ്പ്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വലുതാകുമ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ മദ്യം, മയക്കുമരുന്ന് ഇവയെല്ലാം നിർത്തിയാൽ നമ്മൾ വലുതാകുമ്പോഴും ഇതിനോടുള്ള അറപ്പ് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ ഇതൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ച് കുഞ്ഞുകാലത്ത് തന്നെ പള്ളി വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിൽ തന്നെ ചേർന്ന് ജീവിക്കും. വലിയൊരു പണക്കാരനും ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു കുട്ടിയുമായി നമുക്ക് ജീവിക്കാം. ഓക്കെ, വെരി ഗുഡ്. 3 സെന്റൻസുകൾ പറഞ്ഞു സമയത്തെ കുറിച്ച് അല്ലേ? സമയത്ത് കയറി. ഓക്കെ, ഇവിടെ നോക്കാം. ഏതാ ഗ്രൂപ്പ് ഏതാ? നമ്മൾ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളി വന്ന് വിശുദ്ധ കുർബാന കൂടണം. സന്ധിപ്രാർത്ഥന നേരത്തെ ചെല്ലണം. പിന്നെ അത്രേ ഉള്ളൂ. വെരി ഗുഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. എന്തായാലും വന്നല്ലോ. ഓക്കെ, എന്താണ് നമുക്ക് എന്ത് കാര്യത്തിൽ പഞ്ചായത്ത് വേണം? നമുക്ക് സ്കൂളിൽ പോകാൻ ഇറങ്ങേണ്ട സമയത്ത് നമ്മൾ ഇറങ്ങണം. പ്രാർത്ഥന സമയത്ത് കറക്റ്റ് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളിപ്പോൾ ആരുടെയും സമയത്ത് എത്താമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിനൊരു ഇതാണ് സമയത്ത് എത്താമെന്ന്. പിന്നെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വെരി ഗുഡ്. നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. ഓക്കെ, ഇത് സമയത്തിന്റെ ഇവിടുന്നാരുമില്ല. ഓടിവാ. പറഞ്ഞു വന്നയാൾ തന്നെയല്ലേ? വന്നയാളാണോ? നേരത്തെ വന്നതാണോ? നേരത്തെ വന്നതായതുകൊണ്ട് ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഗ്രൂപ്പ് പിൻവാങ്ങിയോ? സിസ്റ്ററുടെ നേതൃത്വത്തിൽ ഹോളി ഫാമിലിക്കാരെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? മക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരുവാ? ഇവിടെ നല്ല മെഡിക്കലായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ടീച്ചറെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇവിടുന്ന് വന്ന സ്ഥിതിക്ക് ദൈവം നമ്മളൊരു കടമ ഏൽപ്പിച്ചാൽ നമ്മൾ കൃത്യസമയത്തിന് ചെയ്യണം. അത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. കാരണം ദൈവം തരുന്ന നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു സമയം തരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായി നിറവേറ്റണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൃത്യനിഷ്ഠത വേണം. അതേ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതേ സമയത്ത് തീർക്കണം. നമുക്ക് വെരി ഗുഡ്. ഭയങ്കര ഫിലോസഫറാണ് കേട്ടോ ഈ കുഞ്ഞ്, ഭയങ്കര ഫിലോസഫറാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക്
റെഡിയാണോ? ഇപ്പോഴത്തെ പോയിന്റിനോട് കൂട്ടിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോഴത്തെ പോയിന്റ് നിലയിൽ ഏറ്റവും ആദ്യം വന്ന ഗ്രൂപ്പ് കൊച്ചുറേസ്യ ഗ്രൂപ്പായിട്ട് 5 പോയിന്റ് എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 5 പോയിന്റ്. ഓക്കെ, ഇനി ഏറ്റവും നന്നായിട്ട് അത് രണ്ടാമത് വന്നത് ഈ ഗ്രൂപ്പുകാർ അല്ലെ, ഇവിടെയുള്ളവർ 3 പോയിന്റ്. മൂന്നാമത് വന്ന ആ ഗ്രൂപ്പ്, നാലാമത് ഇവിടെ വന്ന് ഓരോ പോയിന്റ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് സമയത്തിന്റെ ഈ ഒരു സെന്റൻസിനോട് ചേർന്ന്, അതെ, സമയത്ത് കയറി സമയത്ത് ഏറ്റവും നന്നായിട്ട് സംസാരിച്ചത് നമ്മുടെ മരിയകരത്തി ഗ്രൂപ്പിലുള്ള ആളാണ്. 20 പോയിന്റ് കിട്ടിയാണ്. 20 പോയിന്റ്. രണ്ടാമത് സംസാരിച്ചത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഓക്കെ ഇവിടെ നിന്നുള്ള ആളാണ്. 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. സോറി, 15 കേട്ടോ, 15. ഓക്കെ, മൂന്നാമതുള്ള ഗ്രൂപ്പുകാർ രണ്ടുപേരും വന്ന് പെർഫോമൻസ് 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 10 പോയിന്റ്. ഓക്കെ, വിടണ്ട, നിങ്ങൾ നിരാശരാകണ്ട. ഇനിയും മാർക്കുകളുടെ പെരുമഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിനാൽ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സ്കോർ നില പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞു തരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ 295 പോയിന്റ്. ഫ്രാൻസിസ് അസീസി 263 പോയിന്റ്. വിശുദ്ധ മരിയ വരത്തി 237 പോയിന്റ്. അതിൽ ഇപ്പോഴത്തെ പോയിന്റ് കൂട്ടിയിട്ടില്ല. കാർലോ അക്വിറ്റസ് 181 പോയിന്റ്. ഇപ്പോഴത്തെ പോയിന്റ് കൂട്ടിയിട്ട് ഒന്ന് കട്ടയുണ്ട്. നിങ്ങളെ ഇത് അറിയിക്കുന്നത് കട്ടക്ക് കെട്ടിയാണ്. ടീച്ചർ അപ്പം തന്നെ ഒരു ടീച്ചറിനോട് ഒരാൾ കൂടെ കയറാവും. ചുമ്മാ സിസ്റ്റർ ഒരു പണിയില്ലെങ്കിൽ ഇവിടെ സിസ്റ്ററിനോട് ഒന്ന് കൂടിയാൽ മാർക്ക് ഇടാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ശരി. അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇനി പോരാട്ടങ്ങളുണ്ട്. ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോവുകയാണ്. റെഡിയാണോ? ഗെയിം ഇഷ്ടമാണോ? എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ലൈക്ക്. ഓക്കെ, അടുത്തൊരു ഗെയിമാണ്. ഗെയിം എങ്ങനെയാണ്? നമ്മള് ഗെയിം ഇപ്രകാരമാണ്. അച്ഛൻ പറയും ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യണം. ഡു ഇറ്റ്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഗെയിം. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യുക. ഡു ഇറ്റ്. കൈയെടുത്ത് ചെയ്യും. ഡു ഇറ്റ്. ഓക്കെ, ഡു ഇറ്റ്. ഡോണ്ട് ഡു എന്ന് പറയുമ്പോൾ ചെയ്യരുത്. ഡോണ്ട് ഡു എന്ന് പറയുമ്പോൾ ചെയ്യരുത്. ഓക്കെ, മനസ്സിലായോ? സംഗതി മനസ്സിലായോ? ഇത് മനസ്സിലാക്കില്ലേ? ഓക്കെ, ഒന്നുമില്ല, ഇത്രയാണ്. ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുക. ഡോണ്ട് ഡു ഒന്ന് പറയുമ്പോൾ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താവും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മനസ്സിലായില്ല? ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഇത് ഭയങ്കര ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഡോണ്ട് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡോണ്ട് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അല്ല, അങ്ങനെ ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡോണ്ട് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഓക്കെ, എഴുന്നേക്ക്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, റെഡി? ഡു ഇറ്റ്. ഡോണ്ട് ഡു. ഇപ്പൊ കൈവക്കിയവരൊക്കെ പുറത്ത്. അവിടെ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, റെഡി. ഓക്കെ, അത് ട്രയൽ ആയിരുന്നു. എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയാൽ കേട്ടോ. സിസ്റ്ററിന്റെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി കേട്ടോ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ നോക്കിയാൽ. ഓക്കെ, ഡു ഇറ്റ്. ഡോണ്ട് ഡു. ഇപ്പൊ കൈ താഴ്ത്തിയവരൊക്കെ കൈ അനക്കിയാലും പുറത്താ കേട്ടോ. അനക്കിയാലും പുറത്താ, കൈ താഴ്ത്തിയാലും പുറത്താ കേട്ടോ. ഓക്കെ, അനക്കാൻ പുറത്താ. ഓക്കെ, ഒന്നുകൂടെ ട്രയൽ വേണോ? ഓക്കെ, ശരി. അന്ന് എഴുന്നേറ്റോ എല്ലാവരും. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, അപ്പൊ ഗെറ്റ് റെഡി. ഇത് ഭയങ്കര വലിയൊരു മത്സരമാണ്. നിങ്ങൾക്ക് വലിയൊരു അംഗീകാരം കിട്ടുന്ന ഒരു മത്സരമാണ്. റെഡി? ഓക്കെ, ഡു ഇറ്റ്. ഡോണ്ട് ഡു. ഇപ്പൊ കൈ താത്തിയവരൊക്കെ അവിടെ ഇരിക്കുക. കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് മോനെ ആ കുഞ്ഞുണ്ട് കേട്ടോ. വെള്ളം കൊടുക്കും മോനെ അവിടെ ഇരുന്ന്. ഓക്കെ, നോക്കിക്കോ. ഓരോ ഗ്രൂപ്പിൽ ആൾ വയ്ക്കോ. ഓക്കെ, ഡോണ്ട് ഡു. ഇപ്പൊ കൈ താത്തിയവരൊക്കെ അവിടെ ഇരിക്കുക. അനക്കിയാലും പുറത്താ കേട്ടോ. പുറത്താണ്. Do it. Don't do. ഇപ്പൊ കൈ വക്കിയരൊക്കെ അവിടെ ഇരുന്ന് പടപടയെന്ന് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി? കൈ അനക്കിയവരും പുറത്താണ് കേട്ടോ. ഓക്കെ,
Don't do. അതാ അവിടെ ഒരാൾ കൈ കൊടുത്തിന് അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. Do it. Do it. Do it. Don't do. ഇപ്പൊ കൈതാത്തിയവരൊക്കെ അവിടെ ഇരുന്ന്, കൈതാത്തിയവരൊക്കെ അവിടെ ഇരുന്ന്, കൈതാത്തിയവരൊക്കെ അവിടെ ഇരുന്ന്, കൈതാത്തിയവരൊക്കെ അവിടെ ഇരുന്ന്. ഓക്കെ. Do it. Do it. Do it. Don't do. കൈതാത്തിയവരൊക്കെ അവിടെ ഇരുന്നോ. നോക്കിക്ക, ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ, സത്യസന്ധമായിട്ടുള്ള ഒരു ഗെയിമാണിത്. ഓക്കെ ഓക്കെ. Do it. Do it. Do it. Don't do. കൈ അനക്കിയവർ അവിടെ ഇരുന്നോ, കൈ അനക്കിയവർ അവിടെ ഇരുന്നോ. ഓക്കെ ഓക്കെ ഓക്കെ. Do it. Do it. Do it. Do it. Don't do. ഇപ്പൊ കൈ അനക്കിയവരൊക്കെ, കൈ അനക്കിയവർ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ, കൈ അനക്കിയവരും കേട്ടോ. ഓക്കെ. Do it. Do it. Do it. Do it. Do it. Do it. Don't do. ഇപ്പൊ കൈ അനക്കിയവരൊക്കെ അവിടെ ഇരുന്നോ. ഓക്കെ ഓക്കെ. ഇനി കുറച്ചുകൂടെ സ്പീഡിലാണ് കേട്ടോ, അച്ഛൻ്റെ പെർഫോമൻസ് ഇനി വളരെ സ്പീഡിലാണ്. സ്ലോ ആവുന്നതിന് പുറത്താവും കേട്ടോ, സ്ലോ ആവുന്നതിന് പുറത്താവും. അച്ഛൻ്റെ അതേ സ്പീഡിൽ തന്നെ ചെയ്യണം. ഓക്കെ. Do it. Do it. Do it. Do it. Do it. Don't do. കുറെ പേര് പുറത്തായി. അവിടെ ഇവിടെ എല്ലാവരും അനക്കിയവരൊക്കെ അവിടെ ഇരുന്നാണ് കേട്ടോ, അനക്കിയവരൊക്കെ അവിടെ ഇരുന്നാണ് കേട്ടോ. ഓക്കെ. ഇനി കുറച്ചുകൂടെ സ്പീഡിലാണ്. ഇത് ഒരു ഗ്രൂപ്പ് ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും നിന്നിരിക്കുകയാണ്. ഓക്കെ റെഡി. Do it. Do it. Do it. Do it. Don't do. ഇരിക്കുക. ഓക്കെ 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 ഓക്കെ. ഒരു കയ്യടി കൊടുക്കാം, ബാക്കി ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു കയ്യടി കൊടുക്കാം. ഓക്കെ ഓക്കെ. Do it. Do it. Do it. Don't do. പുറത്ത് ഒരു ഗ്രൂപ്പ് പ്ലാനേ പോയി. ഇനിയുള്ളവരെല്ലാം മുമ്പോട്ട് വരിക കേട്ടോ, ഇനിയുള്ളവരെല്ലാം മുമ്പോട്ട് വരിക കേട്ടോ, ഇനിയുള്ളവരെല്ലാം മുമ്പോട്ട് വരിക. ഇനിയുള്ളവരൊക്കെ മുമ്പോട്ട് വരിക. ആരും ഇല്ലേ? മുമ്പോട്ട് വരിക, മുമ്പോട്ട്. ഓക്കെ. ലൈനായിട്ട് നിന്നു കേട്ടോ, ലൈനായിട്ട് നിന്നു. ഇതാ ഇവർക്ക് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. ഒരു യോയൊക്കെ കൊടുക്കാം, ഒരു കൂവല് കൊടുത്ത ഒരു യോയൊക്കെ കൊടുത്ത് യോ. ഓക്കെ. വളരെ ഇച്ചിരി ഇങ്ങോട്ട് വന്നു. ഓക്കെ. നിങ്ങൾക്ക് പ്രവചിക്കാം, ഇതിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാം. എല്ലാ പേരുകൾ ഞാനൊന്ന് പറയാം, പേരുകൾ പറയാം. ഓക്കെ. സിയോ, ലൂക്ക, അലൻ, ആൻമേരി, ദിയ. ഓരോ ഗ്രൂപ്പ് പേർക്കും പ്രവചിക്കാം. പ്രവചിക്കുന്നവർക്ക് നിത്യതയുടെ മിഠായിയാണ് നൽകുന്നത്. വിജയിക്കുക. ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് എഴുന്നേറ്റ് രണ്ടുപേർക്ക് പറയാം ആര് വിജയിക്കും, ഇതിൽ ആര് വിജയിക്കും. സിയോണിന് വേണ്ടി വാദിക്കുന്നവരെ നോക്കാം. സിയോൺ ജയിച്ചാൽ നിത്യതയുടെ മിഠായി കേട്ടോ, 2 എണ്ണം കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ. ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രവചിക്കാം. ആൽബർട്ട് അല്ലേ, ആൽബർട്ട് വിജയിക്കുന്ന പറയുന്ന ആൽബർട്ട്. ഓക്കെ. അടുത്തത് ഈ ഗ്രൂപ്പിൽ പറയാം, പ്രവചിക്കും. സിയോൺ വിജയിക്കുന്നു. ഓക്കെ. ഈ ഗ്രൂപ്പുകാർക്ക് പ്രവചിക്കാം. അലൻ പെൺകുട്ടികൾക്ക് ആർക്കുമില്ല കേട്ടോ, ആൻമനീക്കും ദിയയ്ക്കും ആരുമില്ല. നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ. നോക്കാം. ഇവര് സിസ്റ്റർമാർ പ്രവചിക്കുന്നു. ഓക്കെ. മിഠായി ഉണ്ടാവും. സിസ്റ്റർ പ്രവചിക്കാം. ആര് വിജയിക്കും? ഇല്ല, സമയമില്ല, പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആൽബർട്ട് വിജയിക്കും. ഓക്കെ. ലൂക്കായ്ക്ക് വേണ്ടി നോക്കാം നമുക്ക്. റെഡി? നിങ്ങൾ റെഡിയാണല്ലോ? നോക്കാം, ഇവരെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. റെഡി? ഓക്കെ. Do it. Do it. Do it. Do it. Don't do. ലൂക്ക അല്ലേ, ലൂക്ക അല്ലേ? ലൂക്ക പുറത്തായി. സിസ്റ്ററിന്റെ പ്രശ്നം തെറ്റി. ഓക്കെ ഓക്കെ. അടുത്തുന്നോ. ഓക്കെ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ. Do it. Don't do. കൈ അനക്കിയോ? അച്ഛൻ കണ്ടില്ല. അനക്കിയോ? ചെറുതായിട്ടാ? ഓക്കെ. നിക്ക്. ഇതാ പ്രവചനം ശരിയാക്കി. ഓക്കെ. നിക്ക്. ഓക്കെ. കൈ അവിടെ തന്നെ വെച്ചു. Do it. Do it. Don't do. Do it. Do it. Don't do. Do it. Do it. Do it. Do it. Do it. Don't do. Oh, very good. നല്ല കൈയടി. ഈ മൂന്നില് ആര് വിജയിക്കും? ഈ മൂന്നിൽ ആര് വിജയിക്കും? സിയോൺ
സിയോണിന് വേണ്ടിയാണ് ആളുകൾ കൂടുതലുള്ളത്. ആദ്യം പ്രവചിച്ചവർ സിയോൺ. ഇതിൽ മൂന്നിൽ ആര് വിജയിക്കും? വേറെ ആരും പ്രവചിക്കുന്നുണ്ടോ? സിയോൺ. എല്ലാവരും സിയോണിന് വേണ്ടിയാണ് നിൽക്കുന്നത്. നോക്കാം, സിയോൺ ഇത്ര നോക്കാം ആര് വിജയിക്കും നോക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡോണ്ട് ഡു. ഓക്കെ, രണ്ടുപേരില്ല ഇതാ വാശിയേറിയ മത്സരം നിൽക്കുന്നു. ഇതാ ഓക്കെ, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡോണ്ട് ഡു. ഓ വെരി ഗുഡ്. ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡോണ്ട് ഡു. ഡു ഇറ്റ്, ഡോണ്ട് ഡു. അല്ല നിൽക്കട്ടെ രണ്ടുപേരും ഇല്ല, രണ്ടുപേരും അനക്കി. അതുകൊണ്ട് ഒന്നുകൂടെ ഫസ്റ്റിലുള്ള ഒരാൾ അനക്കുകയും ചെയ്തു, ഒരാൾ താത്തുകയും. ഓക്കെ ഓക്കെ, ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ ചെയ്തു. ഇത് ലാസ്റ്റ് റൗണ്ട് കേട്ടോ. ഓക്കെ, ഡു ഇറ്റ്, ഡോണ്ട് ഡു. ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡോണ്ട് ഡു. അനക്കിയോ? ചെറുതായിട്ടൊന്നും അനക്കി അല്ലേ? ഓക്കെ ഓക്കെ, ഡോണ്ട് ഡു. ഡു ഇറ്റ്, ഡു ഇറ്റ്, do it, do it, do it, do it, do it, do it, don't do. Oh, very good. കയ്യില്ല. Do it, 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 don't do. Okay, don't do. Do it, do it, do it, do it, do it, do it, don't do. ഓക്കെ, ഇവർ രണ്ടുപേരെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കണം നമ്മുടെ സമയത്തിന്റെ. ഓക്കെ, 100 മാർക്ക് കിട്ടിയാണ്. സിയോന്റെ പ്രവചനം ശരിയായ ഇവിടെ പ്രവാചകന്മാര് ഉദിച്ചിട്ടുണ്ട്. പ്രവചനം ശരിയായി പറഞ്ഞ ഇവര് ഓടിവാ നമ്മുടെ എല്ലാം ഇത്ര പേർക്ക് പ്രവചനം ശരിയായിട്ട് പറഞ്ഞത് സിയോൺ കേട്ടോ. ലാസ്റ്റ് പറഞ്ഞവർക്കില്ല കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തരുന്നത്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ. പോയിന്റ് മാത്രമേ തരും. മിഠായി തരും, എല്ലാവർക്കും തരും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഇവരെങ്ങനെയാ വിജയിച്ചതെന്ന്, നിങ്ങൾ എങ്ങനെയാണ് ഇതിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പറയാം കേട്ടോ. എങ്ങനെയാണ് ഇതിനകത്ത് വിജയിച്ചതെന്ന് പറയാമോ? ഓക്കെ, ഈ രണ്ട് ഗ്രൂപ്പിലും 100 മാർക്ക് വെച്ച് കേട്ടോ. ഗ്രൂപ്പ് ഏതാ? 100 മാർക്ക്. ഗ്രൂപ്പ് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പ്. പേര് പറ, വിശുദ്ധന്റെ പേര്. കൊച്ചുറേസ്യ. ഓക്കെ, മിസ്റ്റർ മരിയ ഗോരത്തി. രണ്ട് ഗ്രൂപ്പിനും 100 പോയിന്റ് വെച്ച് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ വിജയിച്ചത്? കാരണം 160ഓളം കുട്ടികളുണ്ട്. അതിനകത്ത് നിങ്ങൾ എങ്ങനെ വിജയിച്ചെന്ന് 2 വാക്ക് സംസാരിക്കാവോ? ഓക്കെ, റെഡി. അച്ഛൻ ചെയ്ത നോക്കിയിട്ടില്ല, ഞാൻ ചെയ്തൊന്നും നോക്കിയില്ല. ഒരു കാര്യം സത്യമാണ്, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടല്ല എൻ്റെ കുഞ്ഞുമക്കൾ ചെയ്യേണ്ടത് കേട്ടോ. മറ്റുള്ളവർ അതും ഇതുമൊക്കെ ചെയ്യും, ചിലപ്പോൾ അത് നോക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വെരി ഗുഡ്, നല്ലൊരു ആശയമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ അച്ഛൻ സൗണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അച്ഛൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല കാര്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുക. അവരും പല കാര്യങ്ങൾ പറയും, പല ചിലയ്ക്കും. പക്ഷെ നിങ്ങൾ വേണ്ടത് നന്നായിട്ട് കേട്ട് ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ മറ്റുള്ളവരുടെ പ്രോത്സാഹനം, അതൊരു വലിയ കാര്യമാണ്. പ്രോത്സാഹനം, അതായത് നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട്. ആ ആരാധകരെ നമ്മൾ ആദ്യം കണ്ടില്ലേ, തിരിപോലെ കത്തി ജ്വലിക്കണം എന്നുള്ളത്, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ജ്വലിച്ചെങ്കിലാണ് നമുക്ക് നല്ല ആരാധന. ഞാൻ നോക്കുമ്പോൾ സിയോന് ഭയങ്കര ആരാധകരാണ് അല്ലേ, ഭയങ്കര ആരാധകർ. പക്ഷെ സിയോനെ കടത്തി വെട്ടിയിട്ട് കുറച്ചും കൂടെ ശക്തമായ നേതാവ് നമ്മുടെ മിഷൻ ലീഗിലെ ലീഡർ തന്നെയാണ്. അത് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും പക്ഷെ ഈ സിയോൻ എന്തുകൊണ്ടാണ് ഇത്ര ആരാധകർ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നന്നായിട്ട് സംസാരിക്കും. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സിയോൻ നൽകിയത്. കൺഗ്രാറ്റുലേഷൻസ്, മിടുക്കൻ, നല്ല ഒരു കാര്യമാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ പറഞ്ഞത് തന്നെ ഒരു 15 മാർക്ക് കൊടുക്കാം കേട്ടോ. 15 മാർക്ക് കേട്ടോ, എക്സ്ട്രാ 15 മാർക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അലൻ, നമ്മുടെ മിഷൻ ലീഗിന്റെ പ്രസിഡന്റ്. ഇപ്പൊ നമ്മളോട് സംസാരിക്കും എങ്ങനെ വിജയിച്ചു എന്ന്. പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട്, അതായത് ഇവരാരുടെ ഹിറ്റ് ലിസ്റ്റിലെ മോനില്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കില്ല വിജയിക്കണം എന്നുള്ളത്. അവിടെയാണ് ദൈവത്തിന്റെ കൃപ, ശക്തി നമ്മൾ വെളിവാകുന്നത്. നമ്മൾ ചിലപ്പോൾ ദാവീദ് കുഞ്ഞനായിരുന്നു, ദാവീദ് രാജാവാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ദൈവം ദാവീദിന് എന്ന് പറഞ്ഞ പോലെയാണ്. അലൻ ആരും വോട്ട് ചെയ്തില്ല, പക്ഷെ അലൻ വിജയിച്ച്. നിങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങൾ ഗ്രൂപ്പുകാർ ഓക്കെ. പക്ഷെ വിജയിച്ചു. ഒരു പക്ഷേ കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചത് അലനാണ്. അലൻ എങ്ങനെയാണ് ഇതിനകത്ത് വിജയിച്ചതെന്ന് പറയാമോ? വേറെ ഏതെങ്കിലും ആശയങ്ങളുണ്ടോ? ഒന്നുമില്ല, എൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ ഞാൻ വിജയിച്ചു അല്ലേ.
ആ ഉണ്ടോ? ആ പറഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു. രണ്ടു മൂന്നെണ്ണം അവൻ പറഞ്ഞത് തന്നെയാ, അച്ഛനെ നോക്കിയില്ല. അത് നോക്കിയില്ല എന്നുള്ളത് അല്ലേ? ആ ശരി ശരി. ആ പിന്നെയോ? അച്ഛന്റെ ആ പറഞ്ഞ ശബ്ദത്തെ മാത്രം ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ വിശുദ്ധരുടെ സ്കെയിലുണ്ട് കേട്ടോ, നല്ല മൾട്ടി ഡിമെൻഷണൽ സ്കെയിൽ കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ, ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 10 മാർക്ക് കൊടുക്കാം കേട്ടോ, 10 മാർക്ക് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി അടുത്തത് ഗെയിം ഇഷ്ടപ്പെട്ടോ? അച്ഛൻ്റെ സെഷൻ അങ്ങനെ മടുത്തോ നിങ്ങൾ? ഇനി ഒരു പാട്ട് പാടിയാലോ? നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നല്ലൊരു പാട്ട് പാടിയാലോ? നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി, അവിടെ തന്നെ നിന്ന് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഡാൻസ് ഒക്കെ കളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഏറ്റവും നന്നായിട്ട് എല്ലാവരും ചലനാത്മകമായിട്ടുള്ള ഗ്രൂപ്പിന് 200 മാർക്കാണ് കേട്ടോ. 200 മാർക്ക് 200 മാർക്ക് 200 മാർക്ക്. 500 രൂപ ക്യാഷ് അവാർഡാണ് പിതാവിന്റെ. 500 രൂപ ക്യാഷ് അവാർഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. 500 ക്യാഷ് അവാർഡ്. 200 മാർക്ക്. ഈ വെള്ളം കെട്ടിപ്പിടിച്ചെന്നാ പറഞ്ഞ കേട്ടോ. DJ ഇസ്രായേലിൻ നാഥൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. വെരി ഗുഡ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. സത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹജീവം, നിത്യജീവനെ വിടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്തെന്നും നിറവേറേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. വെരി ഗുഡ്, താങ്ക് യു. ഇരിക്കാം. എല്ലാവരും മനോഹരമായിട്ട് കളിച്ചു. ഇവരും കളിച്ചു ഇവരും കളിച്ചു. സൂപ്പർ ആയിരുന്നു. 200 മാർക്ക് 2 ഗ്രൂപ്പിന് കിട്ടിയിരിക്കുകയാണ്. 200 മാർക്ക്. ബാക്കി 2 ഗ്രൂപ്പുകാർ ഇച്ചിരി അലസരായി. നിങ്ങൾ അമ്മയെ പോലെ ആകരുത്, അല്ല സോറി, നിങ്ങൾ മുയലിനെ പോലെ ആകരുത്. അതെ, സീനിയേഴ്സ് അവിടെ ആക്കി വരുന്നു. ഓക്കെ, 150 മാർക്ക് വരുന്ന 2 ഗ്രൂപ്പുകാർ. 150. യെസ്, ഇതിനാർക്ക് വേണമെങ്കിലും ഈ അച്ഛൻ്റെ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത. കഴിഞ്ഞ ആഴ്ച അച്ഛൻ ക്ലാസ് ഇറങ്ങിയപ്പോൾ ഏറ്റവും പുറകിൽ കിടന്ന ടീമും അടിച്ചു കയറി. അതാണ് ഇതിനകത്തെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? സെഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ക്ലാസ്സിന് റെഡി? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും 5 മാർക്ക് വീതം കൊടുത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഗെയിംസിനൊക്കെ ശേഷം ഇനി ഗെയിംസ് ഉണ്ട്, വീണ്ടും ഗെയിംസ് ഉണ്ട്, മനോഹരമായിട്ട്. ഓക്കെ, റെഡി? ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് മക്കൾ തന്നെയാണല്ലേ ഇത് നിങ്ങൾ കണ്ടോ? അമ്മയുടെ അനുഗ്രഹം മക്കളെ വിജയകിരീടം ചൂടിക്കും അല്ലെ? മാതാപിതാക്കളുടെ അമ്മയുടെ അനുഗ്രഹം. ഓക്കെ, അമ്മയെ സ്നേഹിച്ചതിന്റെ ഒരു വലിയ അനുഭവം ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്ന, നമുക്കറിയാം അമ്മമാർ എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ ലോകത്തിൽ തന്നെ അമ്മ മാതൃസ്നേഹം അത്രമേൽ വലുതാണ്. അപ്പന്റെ സ്നേഹം വരുന്നുണ്ട്, അത്രമേൽ വലുതാണ്. അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ഇതുവരെ ഇവിടെ പറയാത്തവർ കേട്ടോ, പറയാത്തവർക്കാണ് മാർക്കുള്ളത്, പറയാത്തവർക്കാണ് മാർക്ക്. ഇവിടെ വന്ന് പറയാത്ത അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ഒരനുഭവം പറയുന്ന ആൾക്ക് സമ്മാനം.
30 പോയിന്റാണ്, 30 പോയിന്റ്. റെഡി 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 മക്കൾ റെഡി 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 മക്കൾ റെഡി. ഇവർക്ക് അഞ്ച് രണ്ടുപേരും ഒരു ഗ്രൂപ്പാണ്, അത് കുഴപ്പമില്ല. സാർ ഒരാൾ മതി അടുത്ത തവണ. ഓക്കെ, രണ്ടുപേരും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതേതാ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ്. ആയിക്കോട്ടെ. ഓക്കെ, ഈ ഗ്രൂപ്പിന് 5 മാർക്ക് കേട്ടോ. ടീച്ചറെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ 5 മാർക്ക് കേട്ടോ ഈ ഗ്രൂപ്പില്. നമ്മുടെ ഫ്രാൻസിസ് അസീസി. ഓക്കെ, പറഞ്ഞോ. അമ്മയാണ് എൻ്റെ ഏറ്റവും ജീവൻ. അമ്മയാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്. അമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കാറുണ്ട്, എന്നെ ഒരുക്കി തരാറുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അമ്മ നമ്മൾ കൂടുതൽ സ്നേഹിക്കും, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരുക്കി തരും. അമ്മ നമ്മൾ പറഞ്ഞ എല്ലാം മേടിച്ചു തരും. അമ്മ നമ്മളെ സ്നേഹിക്കും. അമ്മ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് സംസാരിച്ചു. ആദ്യ ഗ്രൂപ്പ് വന്നുകൊണ്ട് ഈ ഗ്രൂപ്പും ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 5-3 അടുത്ത് മോള്. എനിക്ക് എൻ്റെ ഫാമിലി ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ്. അമ്മയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ അമ്മ എനിക്ക് എല്ലാം മേടിച്ചു തരും. ഞാൻ പറയുന്ന എല്ലാം മേടിച്ചു തരും. അമ്മയെ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അമ്മയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതാ നമ്മുടെ സീനിയർ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്നെ നൊന്ത് പ്രസവിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ല. ഓക്കെ, യു ആർ റെഡി. എപ്പോഴും എൻ്റെ അമ്മയാണ് എനിക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നത്. എനിക്കറിയാത്ത കാര്യങ്ങളിൽ സഹായിക്കും. അമ്മ തല്ലിയിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. കുഞ്ഞു. അമ്മയാണ് എൻ്റെ വായനയെ സഹായിക്കാറുണ്ട്. അമ്മയാണ് എഴുതുമ്പോൾ എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ ഭയങ്കര സ്നേഹിതനായ ഒരു അമ്മയാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ അമ്മേനെയാണ് എല്ലാത്തിനെയും കൂടുതൽ ഇഷ്ടം. വെരി ഗുഡ്. അമ്മ നല്ലോണം എന്നെ പഠിപ്പിക്കും. അമ്മ നല്ലോണം എന്നെ സ്നേഹിക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ, മിടുക്കർ. എന്തായാലും നമുക്ക് അമ്മ എന്ന് പറയുന്നത് വലിയൊരു സ്നേഹത്തിന്റെ ഇതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മ അടിച്ചാലും അത് നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മ എന്ന് പറയുമ്പോൾ അമ്മയെ സ്നേഹിക്കുന്നവർക്കെല്ലാവരും കൈവക്കിക്കേ. സ്വന്തം പെറ്റമ്മ കേട്ടോ. വെരി ഗുഡ്. കൈ താത്തിയിടാം. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സമ്മാനമുണ്ട്. ഇവിടെ വന്ന് എല്ലാം ഓടിവാ, അച്ഛൻ്റെ അടുത്തേക്ക് ഓടിവാ. ഈശോയുടെ സ്നേഹം കേട്ടോ, അമ്മയെ നൽകിയ ഈശോയുടെ ഇതാ. ഈശോ അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അമ്മയെ കുറിച്ച് പറഞ്ഞ കേട്ടോ. ഓക്കെ, 2 ഉണ്ടോ? മേടിക്കുക കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. നല്ല സ്റ്റിക്കറാ കേട്ടോ, വണ്ടിയിലൊക്കെ ഒട്ടിക്കാവുന്നത്. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം. ഇതിൽ ആദ്യം വന്നത് ഈ ഗ്രൂപ്പ് കേട്ടോ. ഈ ഗ്രൂപ്പുകാർക്ക് 5 മാർക്ക് ടീച്ചറെ. രണ്ടാമത് ഈ ഗ്രൂപ്പിൽ നിന്ന് വന്നു. ഈ ഗ്രൂപ്പ് അതല്ല, ആ ഗ്രൂപ്പ് തന്നെയായിരുന്നു അല്ലേ? ആ ഗ്രൂപ്പ് തന്നെ. ഓക്കെ, 5 മാർക്ക്. പിന്നെ രണ്ടാമത് ഇവിടെ നിന്ന് വന്നു 3 മാർക്ക്. ഇവിടുന്ന് വന്നോ? 2 പേര് വന്നു. അതരയ്ക്കാം. കുഞ്ഞ്. ഓക്കെ ഓക്കെ. ഇവരാണ് രണ്ടാമത് വന്നേ. ഓക്കെ, ഇവർക്ക് 3 മാർക്ക്. അവിടെ പക്ഷെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അതെ അവർക്ക് 20 മാർക്ക് കൊടുക്കാം. 20 മാർക്ക് കേട്ടോ. വലിയ പോലെ 20 മാർക്ക്. ഓടിവാ. സ്പെഷ്യൽ മിഠായി ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ മിഠായി. അമ്മ അടിച്ചാൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു കാര്യമാണല്ലോ, നല്ലൊരു സന്ദേശമാണല്ലോ. ഓക്കെ, അപ്പം മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ വളർത്തുന്ന, നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മമാരാണ്. അമ്മമാരെ സ്നേഹിക്കണം, അവർ പറയുന്നത് കേൾക്കണം. അവർ നമ്മളെ ഏതെങ്കിലും കാര്യത്തിൽ, ഇപ്പം നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ കൂട്ടുകാരനെ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും തരത്തിൽ അവർ നമ്മളെ ശകാരിക്കുകയോ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിണങ്ങുമോ? അമ്മയോട് പിണങ്ങുമോ എന്നുള്ളവർ കൈവക്കിക്കേ. പിണങ്ങുമെന്നുള്ളവര് ആരും പിണങ്ങത്തില്ല. അച്ഛാ, ഇവിടെ ഉള്ളവരെല്ലാം മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നത്. വെരി ഗുഡ്. നല്ലൊരു കൈയടിയാണ്. ഓക്കെ, ഒരു സ്ലൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ വേറൊരു അടിപൊളി ഗെയിമിലേക്ക് നമ്മൾ ഇനി പോവുകയാണ് കേട്ടോ. ഒരു സ്ലൈഡിലൂടെ പോയിട്ട് നമ്മൾ അടിപൊളി ഒരു ഗെയിമിലേക്ക് പോവുകയാണ്. ഓക്കെ,
ശരി, നിങ്ങൾക്ക് അടിപൊളി ഗെയിമാണ്, സൂപ്പർ ഗെയിമാണ്. നമ്മൾ വരുന്നുണ്ട്. 200 മാർക്കാണ് വരുന്നത് കേട്ടോ. 200 മാർക്ക് കേട്ടോ, 200 മാർക്ക്. ഓക്കെ, അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ പോവുകയാണ്. അടുത്തത്, മക്കൾ വിജയിച്ച് മുന്നേറുമ്പോൾ പാലമായി നിന്ന മാതാപിതാക്കൾക്ക് നേരെ കഥ കടയ്ക്കരുത്. മക്കൾ, അതായത് നിങ്ങൾ വിജയിച്ച് മുന്നേറുമ്പോൾ പാലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കഷ്ടപ്പാടിലേക്കൂടെ നിങ്ങളെ നയിച്ചത്. അതായത് മനസ്സിലായോ? നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ മമ്മിയൊക്കെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്, അല്ലേ? അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. പാലമായി നിന്ന മാതാപിതാക്കൾക്ക് നേരെ കഥ കടയ്ക്കരുത്. കഥ കടയ്ക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു കാര്യം. ഓക്കെ, ഇനി ഈ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളുടെ മെന്റേഴ്സ്, കാരണം ഡയറക്ടറേറ്റ് നൽകുന്ന 50 രൂപ ക്യാഷ് അവാർഡ് ഉള്ളതാണ്. നിങ്ങൾ ആനിമേറ്റേഴ്സ് നിങ്ങളുടെ മുതിർന്ന കുട്ടികൾക്ക് ഇതിന്റെ ഒരു മെസ്സേജ് കൊടുത്ത് അവരെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് മെസ്സേജ് പറയിപ്പിക്കുന്ന ആനിമേറ്റേഴ്സിനും ആ പറയുന്ന കുട്ടിക്കും സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഈ മെസ്സേജ് വായിച്ച് ഓക്കെ. ഇനി പറയത്തില്ലാത്തവർക്ക് കൂടുതൽ, ഇനി സ്റ്റേജിൽ അവസരം കിട്ടാത്തവർക്ക് കേട്ടോ, അവസരം കിട്ടാത്തവർ, ഇനി ഈ അവസരം കിട്ടാത്തവർ, ഇവിടെ വന്ന് അവതരിപ്പിക്കാത്തവർ, ഒരുപാട് കുഞ്ഞുങ്ങൾ, മുതിർന്ന കുട്ടികളൊക്കെ വന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അവസരം കിട്ടാത്തവർക്ക് 20 മാർക്കാണ് ബോണസ് പോയിന്റ്. അതിൽ ഏറ്റവും നന്നായിട്ട് പറയുന്ന മെന്റേഴ്സ് ഒരുക്കി കൊടുക്കാം, ടീച്ചേഴ്സിന് ഒരുക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഞാൻ സമയം തരുന്നു, 2 മിനിറ്റ്. ഇത് നിങ്ങളുടെ ആനിമേറ്റേഴ്സിന്റെ വിജയം കൂടിയാണ്. ആനിമേറ്റേഴ്സിന്റെ റെഡി. ആദ്യം ആ ഗ്രൂപ്പിൽ നിന്നാണോ വന്നേ? മരിഗുരത്തി ഗ്രൂപ്പിൽ നിന്നാണ് വന്നേ ആദ്യം. ഓക്കെ, മരിഗുരത്തി ഗ്രൂപ്പിൽ നിന്ന് ആദ്യം വന്നു. ബോണസ് പോയിന്റ് 10 മാർക്ക് കേട്ടോ, 10 മാർക്ക് കേട്ടോ, 10 മാർക്ക്. ഓക്കെ, നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിച്ച് വലിയ നിലയിലേക്ക് എത്തിക്കും. പക്ഷെ ഒരു വലിയ നിലയിൽ കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ അവരെ ആക്കുകയും ചെയ്യും. അവരെ വലിയ ആളാക്കും. പക്ഷെ നമ്മൾ വലുതാവുന്നതോറും അവർ നമുക്കൊരു ഭാരമായി തോന്നുകയും ചെയ്യും. എനിക്ക് ഈ ഇടവകയിൽ തന്നെ കുറേ അധികം അനാഥാലയങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ കുറേ ഉണ്ട്. ക്രിസ്ത്യൻസിലാണ് ഇപ്പോൾ കുറേ ഉള്ളത്. കുറേ ഇതുള്ളത്. നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെ കൈവിടരുത്. നമുക്ക് അവർ കുറേ സ്ഥലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളവരെ അവർക്ക് പഠിത്തമില്ലാത്ത അമ്മമാരും അപ്പനും ഉണ്ടെങ്കിൽ നമ്മൾ ഇവരങ്ങനെ ഇങ്ങനെ വെരി ഗുഡ്. മോളുടെ പേരെങ്ങനെയാ? സിയോണ. മിടുക്കിയായിട്ടോ, നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. മിടുക്കിയായിട്ട് പറഞ്ഞു. ഓക്കെ, പോലെ അടുത്ത ഏതാ ഗ്രൂപ്പ്? ഏതാ? ഫ്രാൻസിസ് അസീസി. വെരി ഗുഡ്. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയം തന്ന അച്ഛന് നന്ദി. മക്കൾ വിജയിച്ച് മുന്നേറുമ്പോൾ പാലമായി നിന്ന മാതാപിതാക്കൾക്ക് നേരെ കഥ കടയ്ക്കരുത്. ഇത് തന്നെ നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും നല്ലതും ചീത്ത എന്താണെന്ന് പറഞ്ഞു തരുന്നത് നമ്മളെ അപ്പനും അമ്മയാണ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെ അവരുടെ പ്രായമാകുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും വേണം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ
ചെയ്യുന്ന ജോലിയും അവരെ കുറിച്ച് പറയാനും കുട്ടികൾക്ക് ചിലവർക്കൊക്കെ നാണക്കേടാണ്. പിന്നെ വൃദ്ധസദനങ്ങളിലേക്ക് കുറേ ആൾക്കാരെ മാതാപിതാക്കളെ കൊണ്ട് അവിടെ വിടുന്നത് നമ്മൾ പലയിടത്തും കാണാറുണ്ട്. ഇതിൽ നിന്ന് നമ്മളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് തീരുമാനിക്കായിരുന്നല്ലോ ഇവരെ നമുക്ക് പിന്നെ വല്ല അനാഥ മന്ദിരത്തിൽ കൊണ്ടിടായിരുന്നു. എന്താ അവർ തീരുമാനിക്കാൻ? അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അത് തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും വേണം. അതുപോലെ തന്നെയാണ് കേരളത്തിൽ 14 ജില്ലകളിലും മലപ്പുറത്താണ് വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറവുള്ളത്. കാരണം ആ ജില്ലയിൽ മുസ്ലിംസാണ് കൂടുതൽ താമസം. അവിടെ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വില കൊടുക്കും. അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരെ സ്വർഗത്തിൽ എത്തുന്ന അവർ സങ്കല്പിക്കുന്നു. അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അല്ലാതെ കൊണ്ട് അനാഥാലയത്തിൽ ഒന്നും ഇതാക്കുമല്ല. കുറെ ആശയം തന്നെയാണ്. വെരി ഗുഡ്. അടുത്ത ഗ്രൂപ്പ് മോഡലാണ്. ഓക്കെ, പോലെ എനിക്ക് പറയാനുള്ളതല്ല ഇവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇനി പറയാനുള്ളത് ഞാൻ പറയാം. മക്കൾ വിജയിച്ച് മുന്നേറുമ്പോൾ പാലമായി നിന്ന മാതാപിതാക്കൾക്ക് നേരെ കഥ അടയ്ക്കരുത്. ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ജനിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ തന്നെ അല്ല ചെയ്തു തുടങ്ങിയത്. എല്ലാത്തിനും നമുക്ക് കൂട്ടായും താങ്ങായും തണലായും ഉണ്ടായിരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പം ഉണ്ടായിരുന്ന മാതാപിതാക്കളാണ്. നമ്മളെ പഠിക്കാൻ വിട്ട് നമുക്ക് നല്ലൊരു ജോലി കിട്ടി നമ്മളൊരു നിലയിലെത്തിക്കഴിയുമ്പം അവർക്ക് നേരെ കഥ കടക്കരുത് എന്നുദ്ദേശിച്ച് നമ്മൾ അവരെ തള്ളി പറയരുത് എന്നാണ്. നമുക്കൊരു ബാധ്യതയായി എന്ന് നമ്മൾ അവരോട് പറയരുത്. അതുതന്നെയായിരിക്കും നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞ വർഷം ഞാൻ 9th ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ദമിയാന സിസ്റ്റർ പറഞ്ഞു, ഈ നാട്ടിൽ കൂടുതലുള്ള മുസ്ലിംസാണ്. അപ്പം ഇവരാണ് മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാനും ശരിയാണ്. എൻ്റെ ഓർമ്മ വെച്ച പ്രായം തൊട്ട് ഞാൻ കണ്ടത് 2 വൃദ്ധസദനങ്ങളാണ്. ഒന്ന് ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ അവിടെ ഞാൻ 25 ദിവസം പള്ളിയിൽ പോകുമായിരുന്നു ക്രിസ്മസിന്. അന്നേരം ഞാൻ അവിടെ അങ്ങനെ ഒരു മഠത്തിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പം ഇവർക്ക് കുറവ് മുസ്ലിംസ് തന്നെയാണ്. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മളെ ഏറ്റവും കെയർ ചെയ്യുന്നതും ഏറ്റവും സ്നേഹിക്കുന്നതും നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പം എല്ലാ മാതാപിതാക്കൾക്കും നല്ല വലിയ ജോലി വേണമെന്നൊന്നുമില്ല. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന ഏറ്റവും രീതിയിൽ കഷ്ടപ്പെട്ടാണ് അവരെ നമ്മൾ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും. അപ്പോൾ നമ്മൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവർ തന്നതുപോലെ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. എന്നാലേ നമ്മൾ അവിടെ വെച്ചിട്ട് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു ഫെയിലിയറാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഇത്. 4 പേരും നന്നായിട്ട് സംസാരിച്ചു. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇവർ 4 പേർക്കും 100 മാർക്ക് വെച്ച് കൊടുക്കുകയാണ്. വന്ന് സംസാരിച്ചതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. ഇവര് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ബാംഗ്ലൂരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ യുവത്വ കാലഘട്ടങ്ങളിൽ ഉഴപ്പാനൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ വളർത്തി വന്ന ഇവർ പറഞ്ഞു തന്ന ഉത്തരവാദിത്തങ്ങളെ ഓർക്കണം. ഒപ്പം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരുപാട് പേര് വിശ്വാസത്തിന് വ്യതിചലിച്ച് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ കരയുന്ന മാതാപിതാക്കന്മാരുണ്ട്. അപ്പം അതൊന്നും കൂടാതെ അവരെ വേദനിപ്പിക്കാതെ അവർ നിങ്ങളെ നയിച്ച പാതയെ പ്രത്യേകമായിട്ട് നിങ്ങൾ അതിനെ അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾ വിജയത്തിലെത്തി തീരട്ടെ എന്നുകൂടി പ്രത്യേകം അതിനോടുകൂടി ആഡ് ചെയ്യുന്നു. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം കുഞ്ഞുങ്ങളുടെ അറിവിനെ. ഇതിനെ മനോഹരമായി ഡയറക്റ്റ് ചെയ്ത 4 ആനിമേറ്റേഴ്സിനും പ്രത്യേകം പോയിന്റുകളുണ്ട്. ഓരോ ഗ്രൂപ്പിനും 15 വെച്ച് അവർക്ക് പ്രത്യേകം മാർക്ക് നൽകുകയാണ്. 15 പോയിന്റ് വെച്ച് കേട്ടോ അവർക്ക് ആനിമേറ്റേഴ്സിന്. നല്ലൊരു കയ്യടി നിങ്ങൾക്ക് പോകാം. ഓക്കെ, അടുത്തത് ഒരു ഗെയിമാണ് കേട്ടോ. ഗെയിം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ശക്തരായിട്ടുള്ള 3 പേരെ കേട്ടോ. 3 പേരെ ഗ്രൂപ്പിൽ നിന്ന് ശക്തരായ 3 പേരെ കേട്ടോ. 3 പേരെ
3 പേരെ തിരഞ്ഞെടുക്കുക. ഇങ്ങോട്ട് വരണ്ട, അവിടെ പുറകിൽ നിന്നാൽ മതി, പുറകിൽ നിന്നാൽ കേട്ടോ, അവിടെ നിന്നാൽ പുറകിൽ നിന്നാൽ. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ബൈബിളിൽ നിന്ന് വാക്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. 3 ബൈബിൾ കൊട്ടേഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം കണ്ടെത്തി കഴിയുന്നവർക്കാണ് 100 മാർക്ക് ഇതിന് കിട്ടുക. 100 മാർക്ക്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ഗ്രൂപ്പുകാർ അപ്പർ സൈഡിൽ നിൽക്കുക, ഈ ഗ്രൂപ്പുകാർ രണ്ടാമത്തെ സൈഡിൽ നിൽക്കുക. നിങ്ങൾക്ക് പോരാൻ എളുപ്പമായതുകൊണ്ട് ഓക്കെ. ഈ ഗ്രൂപ്പുകാർ ഇവിടെ നിൽക്കുക, ഓക്കെ. ഏത് ചെയറിൻ്റെ അതായത് നിങ്ങളുടെ ഇവിടുത്തെ ഈ രണ്ടാമത്തെ ചെയറിന്റെ എല്ലാ ഇതിലും രണ്ടാമത്തെ ചെയറിന്റെ അവിടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ആൾ നിൽക്കുക. രണ്ടാമത്തെ ചെയർ. ബാക്കിയുള്ളവർ ഇരിക്കുക. ഇവർ ആദ്യം വെക്കുന്നവരാണ് ഇതിനകത്ത് വിജയികള്. അതിനുശേഷം ഇവർ വചനം ആദ്യത്തെ ഗ്രൂപ്പിനാണ് 100 മാർക്കുള്ളൂ കേട്ടോ. ഈ രണ്ടാമത്തെ ബെഞ്ചിൽ അവിടെ നിൽക്കുക. രണ്ടാമത്തെ ബെഞ്ചിൽ ഓക്കെ മക്കള്. രണ്ടാമത്തെ ബെഞ്ചിൽ ആദ്യത്തെ ആൾ 3 പേരല്ലേ? ആദ്യത്തെ ആൾ അവിടെ അവരെ പോലെ ഓക്കെ. റെഡി അല്ലേ? എല്ലാം റെഡിയാണോ? മനസ്സിലായില്ല? ഇതിനകത്തുനിന്ന് ബൈബിൾ പെട്ടിയിൽ നിന്ന് 3 വചനഭാഗങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ വാക്കെടുത്തിട്ട് അത് ബൈബിൾ അടയാളപ്പെടുത്തി നിങ്ങൾ 3 പേരും കഴിയുമ്പോൾ കൈയടിക്കുക. അവരത് വായിക്കും കേട്ടോ. ആദ്യം വെക്കുന്ന ആൾക്കാരാണ് വിജയികൾ. അത് കഴിഞ്ഞിട്ട് അവർ വായിച്ച് കാണിക്കണം. ഓക്കെ, ഏത് ഭാഗത്താണെന്ന് വായിച്ച് കാണിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ബൈബിൾ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലല്ല, എല്ലാം ഒരുമിച്ചല്ല, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളവർ. ഓക്കെ, റെഡി? ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. അച്ഛാ, ഇത് ബൈബിളിനെ കുട്ടികൾക്ക് പരിചിതമാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. ആര് വിജയിക്കും? പ്രവചിക്കാം. ആര് വിജയിക്കും? ഒരു കയ്യടി. ആര് വിജയിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ മത്സര മക്കളല്ല, അതിന്റെ പുറകെ നിൽക്കണം. 3 പേര് ലൈനായിട്ട് നിൽക്കുക. അതിന്റെ പുറകെ നിൽക്കുക. ആ കസേര മാറ്റിക്കൂ. ഓക്കെ, ഇതിൽ പ്രത്യേകത, ഒരാൾ എടുത്തു കഴിഞ്ഞ് അവിടെ പുറകെ വന്ന് നിൽക്കുക. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുമ്പോട്ട് തിരിഞ്ഞ് നിൽക്കുക. എന്നാൽ മാത്രമേ അടുത്ത ആൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റെഡി? ഗെറ്റ് റെഡി. ഒരാൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ കേട്ടോ. റൂൾസ് വളരെ കൃത്യമാണ്. ഒരാൾ എടുത്ത് ഓക്കെ, റെഡി? ഇതാ ബൈബിൾ പണ്ഡിതന്മാർ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. 1 2 3 സ്റ്റാർട്ട്. പെട്ടെന്നാണ് ഇതിനകത്ത് കിട്ടിയ വചനഭാഗം കണ്ടെത്തി പടപടയെന്ന് വെക്കുക. ഓക്കെ, നമ്മുടെ ബൈബിൾ കുഞ്ഞുങ്ങൾക്ക് ബൈബിളിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുക. ചിലർക്ക് സുവിശേഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇതാ ബൈബിൾ ആവേശത്തോടെ വരുന്ന നിങ്ങളുടെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും. ഓക്കെ, അവിടെ നിൽക്കുക. ഇതാ ഒരാൾ ഫിനിഷ് ചെയ്തു. യെസ്, ഇവിടെ പറയുന്നു. അടുത്തയാൾ ഫിനിഷ് ചെയ്ത് അന്നേരം വരിക. ഫിനിഷ് ചെയ്താൽ അടുത്തയാൾ വരാം. ഓക്കെ, ഫിനിഷ് ചെയ്താൽ അടുത്തയാൾ കണ്ടെത്തി. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തയാൾ വരിക. ഓക്കെ, ഇതാ അത്യധികം വാശിയേറിയ ഒരു മത്സരം. യെസ്, അത്യധികം വാശിയേറിയ മത്സരം. അവിടെ നിന്ന് പോകാൻ പാടില്ല. അടുത്തയാളെ ഇതാ ഒന്ന് കട്ടയ്ക്ക് കട്ട. ഇതാ ഒരാൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാല് ഓക്കെ, സെക്കൻഡ് മാർക്കുണ്ട് കേട്ടോ. തീഷ്ണത കളയണ്ട. സെക്കൻഡിന് മാർക്കുണ്ട്. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചാടി വന്നേക്കുക. ഓടി വരിക. ഇവിടെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. ഇതാ വാശിയേറിയ മത്സരം. മൂന്നാമത്തെ ഇതാ കാർലോ അക്വിറ്റസ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ശക്തമായിട്ട് കാണിച്ചു കൊടുക്കല്ലേ. അത് ഊരാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ളവരെ അടയാളപ്പെടുത്തി ഊരാൻ പാടില്ല. ഇതാ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ അടയാളപ്പെടുത്തി ഊരാൻ പാടില്ല. അത് പിന്നെ നിങ്ങളുടെ സമയം കടന്നു. ആര്? ഓക്കെ, പടപടേ. ഇതാ മത്സരം പിന്നോട്ട് നിൽക്കുന്നു. കഴിഞ്ഞോ? യെസ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, നോക്കാം. നമുക്ക് കാർലോ അക്വിറ്റസ് ഗ്രൂപ്പിന്റെ വചനങ്ങൾ വായിക്കുക. റെഡി? യു ആർ റെഡി? ഓക്കെ, വെരി ഗുഡ്. ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പ് റെഡി? കൈയടിച്ചോ? ഓക്കെ, ഏറ്റവും ആദ്യം കൈയടിച്ചത് നമ്മുടെ
നമ്മുടെ പിന്നെ എന്താണ് യെസ് കാർലോ അക്വിറ്റസ് ഗ്രൂപ്പാണ്. വായിക്കാം. ഏതാണ് വചനഭാഗം കിട്ടിയത്? സുഭാഷിതങ്ങൾ വായിച്ചു. അത് വായിച്ചു, ബൈബിളിനെടുത്ത് വായിച്ചു. ഓക്കെ, ഓക്കെ, നോക്കാം. ജീവനെ നശിപ്പിക്കാനും പുലർത്തുവാനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭൂജനിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത് മോളേതാ ബൈബിൾ ഭാഗം കണ്ടെത്തിയ? രണ്ടാമത് ഏതാ കണ്ടെത്തിയത്? കണ്ടെത്തിക്കോ, പറഞ്ഞോ, നോക്കാം. ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനം. സങ്കീർത്തനം. ഓക്കെ, സങ്കീർത്തനം 125:1. ഓക്കെ, 125:1. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചലമായി എന്നേക്കും നിലകൊള്ളുന്ന കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്നു, സിയോൻ പർവ്വതം പോലെയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് മൂന്നാമത്തെ വചനം ശരിയായാൽ ഈ ഗ്രൂപ്പിനാണ് 100 മാർക്ക് കിട്ടുന്നത് കേട്ടോ, 100 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, വായിച്ചു. പ്രഭാഷകൻ 1:22. അധ്യായം മാറ്റിയാണ് വെച്ചത് അല്ലേ? ഒരു പേജ് മാറ്റിയാണ് വെച്ചത്. കുഴപ്പമില്ല, നോക്കാം. ഓക്കെ. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഇപ്പൊ നിങ്ങൾ മാറ്റി വെക്കുവാണോ? ഇനി തൊടാൻ പാടില്ല. ഓക്കെ, അടുത്ത സെക്കൻഡ് ആയിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ വായിച്ചു. ഏതാണ്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി സിസ്റ്റർ സഹായിച്ചില്ല, വേണ്ടില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്ത വചനം. ഓക്കെ, കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഏതാണ്? എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച്. ഓക്കെ, വെരി ഗുഡ്. 2ാം സ്ഥാനത്തിന് ഇവർ അർഹരായിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. പോയിരിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നിങ്ങൾ വായിക്കണ്ട. അടുത്തത് 3ാം സ്ഥാനക്കാരൻ നിങ്ങൾ കേട്ടോ, 3ാം സ്ഥാനക്കാരൻ. അപ്പം നമുക്ക് ഇത് 150, അത് 100, പിന്നെ ബാക്കിയുള്ളവർക്ക് 75 വെച്ച് കേട്ടോ. 75 പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, പോയിരിക്കാം. നിങ്ങൾ ശക്തരായിട്ടുള്ള ആളുകളെ ചാക്കോച്ച, അതായത് നമ്മളൊക്കെ കാലത്തിൽ ബൈബിളിലെ പുസ്തകങ്ങൾ കണ്ടെത്താൻ നമ്മൾ വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ബൈബിള് കണ്ടെത്തുന്നുള്ളത് അഭിനന്ദനാർഹമാണ്. നല്ലൊരു കയ്യടി ഞാൻ നൽകുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പോയിന്റ് ഇല്ല. ഇപ്പോഴും ടീച്ചർ കൂട്ടി റെഡിയാണോ? ഓക്കെ, ടീച്ചർ ഇനിയുണ്ട് ഒരു 5 മിനിറ്റ് മിഷലിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം. ഒരു 5 മിനിറ്റ് ടീച്ചറെ ഇവിടെ വന്ന് പോയിന്റ് ഒന്ന് കൂട്ടി പറയുക. അടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രേക്ഷിത സംഘടനയായ മിഷൻ ലീഗിനെ കുറിച്ചാണ്. നിങ്ങൾ റെഡിയാണോ കേൾക്കാൻ? റെഡിയാണോ? ഓക്കെ, നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ എംബ്ലമാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിന് 50 മാർക്ക്. ഓടി വന്ന് നോക്കി പറഞ്ഞാൽ മതി. ഇനി നോക്കി യു ആർ റെഡി. ഓക്കെ, ബൈബിള്, കുരിശ്, കത്തി നിൽക്കുന്ന ദീപം, ഭൂമി, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? കുരിശ്, കത്തി നിൽക്കുന്ന ദീപം, ഭൂമി, കൂടുതൽ കൈ 2 കൈ. അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ലീഡറിന്? അത് നമ്മുടെ പ്രസിഡന്റിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. ഫ്ലാഗ്. വെരി ഗുഡ്. ചെമ്മഞ്ഞ പതാക. ഫ്ലാഗ് എന്നല്ല, ചെമ്മഞ്ഞ പതാക എന്ന് പറയണം കേട്ടോ. CMLന്റെ രോമാഞ്ചമാണ് ചെമ്മഞ്ഞ പതാക. മോള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ചെമ്മഞ്ഞ പതാക മാത്രം പറഞ്ഞില്ല. കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ആദ്യം വന്നതിന് 40 മാർക്ക് കൊടുക്കാം കേട്ടോ. 40 മാർക്ക് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ 30 മാർക്ക് കൊടുക്കാം കേട്ടോ. 30 മാർക്ക് ആദ്യം വന്ന് പറയണമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ഞാൻ പറയുകയാണ്, മിഷൻ ലീഗിന്റെ സ്ഥാപനം എന്താണ്? ഒന്ന് കാണിച്ചു. ആദ്യം പറ.
1947 ഒക്ടോബർ 3 10 മാർക്ക് കൊടുക്കുന്നു ഈ ഗ്രൂപ്പിന്. 1947 ഒക്ടോബർ 3. വെരി ഗുഡ്. അടുത്തത് മിഷലിന്റെ സ്ഥലം എവിടെയാണ്? ഭരണങ്ങാനം. എല്ലാവർക്കും 10 മാർക്ക് കിട്ടും കേട്ടോ. എല്ലാവർക്കും 10 മാർക്ക്. ഭരണങ്ങാനത്താണ് മിഷലിന്റെ സ്ഥാപനം. അടുത്തത് ഇതിന്റെ ഉദ്ഘാടകൻ ആരായിരുന്നു? ആദ്യത്തെ മീറ്റിംഗിൽ ഉദ്ഘാടകൻ ആരായിരുന്നു? ഏത് പിതാവായിരുന്നു? കുഞ്ഞേട്ടൻ ഉത്തരം തെറ്റാണ്. തോമസ് തറയിൽ. ഉത്തരം ശരിയാണ്. 20 മാർക്ക് കൊടുക്കാം. ആദ്യത്തെ ഉദ്ഘാടനം തോമസ് തറയിലാണ്. വെരി ഗുഡ്. അടുത്തത് സ്ഥാപക നേതൃത്വം ആരൊക്കെയായിരുന്നു? സ്ഥാപക നേതൃത്വം മാലിപ്പറമ്പിൽ അച്ഛന് കുഞ്ഞേട്ടൻ കറക്റ്റ് ആണ്. 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. PC അബ്രഹാം പല്ലാട്ടുകുന്നൽ, സ്ഥാപക ഡയറക്ടർ ജോസഫ് മാലി. അടുത്തത് 7 പേര് നിങ്ങളുടെ മിഷലിംഗിന്റെ ഇപ്പൊ സുഹൃത്ത് ജപ ഡയറി 7 പേരുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല. ഇത് ഓടി വന്ന് ഇവിടെ വായിക്കുന്നവർക്ക് 10 മാർക്ക്. ഓക്കെ, ചാടി വന്നു വായിച്ചോ. ഇച്ചിരി കഷ്ടം. ശ്രീ ടി മാത്യു തകടി. ശ്രീ ടി മാത്യു തകിടിയൽ. വെരി ഗുഡ്. ശ്രീ PC അബ്രഹാം പല്ലാട്ടുകുന്നേൽ. ശ്രീ PC അബ്രഹാം പല്ലാട്ടുകുന്നേൽ. ശ്രീ ടി മാത്യു തേക്കിൻകാട്ടിൽ. ശ്രീ ടി മാത്യു തേക്കിൻകാട്ടിൽ. വെരി ഗുഡ്. റവറൻഡ് ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ. വെരി ഗുഡ്. ശ്രീ KS മാത്യു കിഴക്കേക്കര. യെസ്. ശ്രീ PJ തോമസ് പാലപ്ലാക്കൽ. NK ജോസഫ് മാറാമറ്റം. ഓക്കെ, ഇത്രയും പേരാണ് ഇതിന്റെ സ്ഥാപക നേതൃത്വം. അച്ഛൻ ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് നിങ്ങളുടെ സുഹൃത്ത് ജപ ഡയറിയിൽ എത്ര പേരുണ്ട് നിങ്ങൾ അംഗങ്ങള്? എത്ര? 7 പേര് അല്ല, 7 പേര്. അതിവിടെ നിന്നാണ് വന്നത്. ഇതിന്റെ സ്ഥാപക നേതൃത്വമാണ് 7 പേര്. ഇനി അച്ഛൻ ഒന്നുകൂടെ പേര് പറയണം. എല്ലാവരും ശ്രീ ടി മാത്യു തകിടിയൽ. എല്ലാവരും ഒന്ന് പറഞ്ഞ ശ്രീ ടി മാത്യു തകിടിയൽ. ശ്രീ PC അബ്രഹാം പല്ലാട്ടുകുന്നേൽ. ശ്രീ ടി മാത്യു തേക്കിൻകാട്ടിൽ. ശ്രീ ജോസഫ് മാലിപ്പറമ്പിൽ, ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ. KS മാത്യു കിഴക്കേക്കര. ശ്രീ തോമസ് പാലപ്ലാക്കൽ. ശ്രീ AK ജോസഫ് മാറാമറ്റം. ഇനി വലിയൊരു ചലഞ്ച് നടത്തുകയാണ്. 100 പോയിന്റ് ആണ് കിട്ടുന്നത്. 100 പോയിന്റ്. ഈ 7 പേരുകൾ പറയാൻ പറ്റുന്നവർ ഇപ്പൊ ഇവിടെ വന്ന് മെമ്മറിയിൽ കയറി 7 പേരുകൾ പറയാൻ പറ്റുന്നവർ ഇവിടെ വന്ന് വരിക. ഓരോരുത്തരുടെ 7 പേരെ പറയാൻ പറ്റില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 6 പേരോ 5 പേരോ. റെഡി? അങ്ങനെയുള്ളവർക്ക് 50 രൂപ ക്യാഷ് അവാർഡ് ഇപ്പൊ തന്നെ നൽകുന്നതാണ്. 50 രൂപ ക്യാഷ് അവാർഡ്. ഈ 7 പേരെ കുറിച്ച് റെഡി? ആരെങ്കിലും 5 പേരെങ്കിലും പറയാൻ പറ്റില്ല. ഇത് ചലഞ്ചാണ്. ചലഞ്ച്. റെഡി? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? 5 പേര്, 6 പേര്, 7 പേരുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഇനി പറയണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം കേട്ടോ. ഒന്നുകൂടെ ഇവിടുത്തെ പിള്ളേരുടെ ഇന്റലിജൻസ് IQ. ഓക്കെ, ശ്രീ ടി മാത്യു തകിടിയൽ. എല്ലാവരും പറഞ്ഞേ. ടി മാത്യു തകിടിയൽ. ശ്രീ അബ്രഹാം പല്ലാട്ടുകുന്നേൽ. ടി മാത്യു തേക്കിൻകാട്ടിൽ. ജോസഫ് മാലിപ്പറമ്പിൽ, ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ. KS മാത്യു കിഴക്കേക്കര. ജോസഫ് മാറാമറ്റം. തോമസ് പാലപ്ലാക്കൽ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ടി മാത്യു എന്ന് പറയുന്നത് തോമസ് പാലപ്ലാക്കൽ. ഓക്കെ, റെഡി? കട്ട് ചെയ്തു. ഓക്കെ, റെഡി? മെമ്മറിയിലുണ്ട് അല്ലല്ലേ? എല്ലാ കാര്യങ്ങളും മറന്നുപോകും. അത് പറഞ്ഞു. ഓക്കെ, 5 പേര് കൂടിയാലാണ് 50 രൂപ ക്യാഷ് അവാർഡ് കേട്ടോ. 5 പേര് കൂടി കഴിഞ്ഞാൽ 50 രൂപ ക്യാഷ് അവാർഡ് കേട്ടോ. ഈ പറയുന്നതിന്റെ ശരി പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അളക്കുകയാണ്. വേറെ ആരും റെഡി ആയിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. പേരെങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു? പേര് ആഷ്ന. നമുക്ക് വേണ്ടി ട്രയൽ റൺ നടത്തുന്നതാണ്. വീട്ടുപേര് വേണം. പക്ഷേ ടി മാത്യു അങ്ങനെ വേണ്ട. അതാണ് നമ്മുടെ കപ്പാസിറ്റി. ഇന്ത്യൻ കപ്പാസിറ്റി അതാണ്. ഓക്കെ, റെഡി? പെട്ടെന്ന്. ഓക്കെ, റെഡി? ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ. ടി മാത്യു. ഓക്കെ,
കുഴപ്പമില്ല. ഓക്കെ, യു ആർ റെഡി? 4 പേര്. ഓക്കെ, 4 പേര് പ്രോത്സാഹനം മാർക്ക് കിട്ടും. 40 മാർക്ക് കിട്ടും. ഓക്കെ, കമോൺ, 40 മാർക്ക്. കാർലോ ആക്ടിവിറ്റീസിന് വേണ്ടി. വെരി ഗുഡ്. നോക്കാം. ടി ടി മാത്യു തകിടിയെ, ടി ടി മാത്യു തേക്കൻകാട്ടിൽ, ജോസഫ് മാലിപ്പറമ്പിലച്ചൻ, അബ്രഹാം പല്ലാട്ടൂർ. 4 പേര് 40 മാർക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 40 മാർക്ക്. ഓക്കെ, വെരി ഗുഡ്. ഞാനിത് നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റ കാര്യം ഒബ്സർവേഷൻ കൊണ്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് ഗ്രാസ്പ് ചെയ്യണം. റെഡിയാണ് കേട്ടോ? അങ്ങനെ ഒരു കൾച്ചർ നിങ്ങൾ രൂപീകരിക്കണം. അടുത്തത് സ്വർഗീയ മധ്യസ്ഥ ആരാണ്? സ്വർഗീയ മധ്യസ്ഥ കൊച്ചുറേസ്യ. വെരി ഗുഡ്. നമ്മുടെ കൊച്ചുറേസ്യയുടെ മാതാപിതാക്കന്മാരുടെ പേര് അറിയാവോ? കൊച്ചുറേസ്യയുടെ മാതാപിതാക്കന്മാരുടെ പേര് അന്ന ജോവാനോ. കൊച്ചുറേസ്യയുടെ മാതാപിതാക്കൾ ലൂയി മാർട്ടിൻ ആൻഡ് സെലിഗറിൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഉപമധ്യസ്ഥർ ആരൊക്കെയാണ്? ഉപമധ്യസ്ഥര് ഉപമധ്യസ്ഥരുടെ പേര് പറയുന്നവർക്ക് 50 മാർക്ക്. ഓക്കെ, യു ആർ റെഡി? കമോൺ. ഉപമധ്യസ്ഥര് ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥര വിശുദ്ധ ഫ്രാൻസിസ് അസിസി, അൽഫോൻസാമ, തോമസ് ലീഹ. ഫ്രാൻസിസ് സേവിയർ. വെരി ഗുഡ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. നോക്കാം നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, വിശുദ്ധ തോമസ് ലീഹ, ഫ്രാൻസിസ് സേവിയർ, അൽഫോൻസാമ. വെരി ഗുഡ്. ഉത്തരം കറക്റ്റ് ആണ് അല്ലേ? ആരാ പറഞ്ഞാരാ? ഞാൻ ഓക്കെ, 4 പേര് പറഞ്ഞു. കൊച്ചുറേസ്യ പറഞ്ഞു. ഉത്തരം കറക്റ്റ് ആണ്. അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് മുദ്രാവാക്യം. എന്താണ് മുദ്രാവാക്യം? സ്നേഹം, സേവാസഹനം. ഓക്കെ, ആദർശവാക്യം. ഇത് ഏത് പോപ്പിന്റേതാണ്? ലയോ 14 മാർപ്പാപ്പയുടെ. ഓക്കെ, ഈ ലക്ഷ്യങ്ങൾ പറയുന്നവർക്ക് 100 മാർക്ക്. ഇതോടുകൂടി നമ്മൾ അവസാനം ലക്ഷ്യങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം, വ്യക്തിത്വ വികസനം. വെരി ഗുഡ്. 100 മാർക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഫ്രാൻസിസ് അസിസി ഗ്രൂപ്പ്. ഇതോടെ നമ്മുടെ മത്സരങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സമയം പോയത് കൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? ഇതുപോലെ വേണോ? ഓക്കെ, ശരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സമയത്തിൻ്റെ ഒരു പരിധി കൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അത് നിങ്ങൾക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രോത്സാഹനത്തിനായിട്ട് ഞാൻ പല മാർക്കുകൾ, മിഠായികൾ, അതുപോലെ സമ്മാനങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്നു. ഇതെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് 2 വാക്കുകൾ സംസാരിക്കുക, കുഞ്ഞുങ്ങൾക്ക് മൈക്ക് പിടിക്കുമ്പോൾ പേടി മാറുക, കുഞ്ഞുങ്ങൾക്ക് ഒരു സദസ്സിനെ കണ്ട് അവരോട് സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. എങ്കിലും നമ്മളെ പൗലോസ് ലീഹ പറയുന്ന പോലെ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓടി, നന്നായിട്ട് പൊരുതി, എല്ലാവരും കട്ടയാണ്. എങ്കിലും സമ്മാനാർഹരായവരെ അച്ഛന് വെറുതെ കാഷ്വലായിട്ട് അങ്ങ് നൽകുന്നതേ ഉള്ളൂ. എല്ലാവരെയും അച്ഛന് ഫസ്റ്റ് സമ്മാനം നൽകണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ കുറച്ചുകൂടെ എനർജറ്റിക്കായി, അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞിപ്പം ലക്ഷ്യങ്ങൾ ചാടി വന്നു, അതാണ് അതിൻ്റെ ഒരു അലേർട്ട്നെസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും സംസാരിച്ചു. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങൾ നാളെ വലിയ പ്രാസംഗികരാകണം. നാളെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാകണം. ഈ പറഞ്ഞ നന്മകൾ നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളെ പോലെ അവർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല നന്മകൾ നമ്മൾ ചെയ്യണം, നമ്മുടെ കുടുംബങ്ങൾ ചെയ്യണം. ഇതിനൊക്കെ സാധിക്കുമാറാകട്ടെ. എന്തായാലും നമ്മുടെ റിസൾട്ട് പറയാനായിട്ട് നമ്മളെ ഇത്ര നേരം കാത്തു പരിപാലിച്ച പ്രിയപ്പെട്ട ഷീന ടീച്ചറിനെ ഞാൻ നമ്മുടെ ജനറൽ ഓർഗനൈസറാണ്, ക്ഷണിക്കുകയാണ്. ഫോർത്ത് പ്രൈസ് ഗോസ് ടു വിശുദ്ധ കാർലോ അക്വിറ്റസ്, 704 പോയിന്റ്. 704. തേർഡ് പ്രൈസ് ഗോസ് ടു വിശുദ്ധ മരിയ ഗൊരെത്തി, 794 പോയിന്റ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു വിശുദ്ധ കൊച്ചു ത്രേസ്യ, 803 പോയിന്റ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു വിശുദ്ധ ഫ്രാൻസിസ് അസിസി, 848 പോയിന്റ്.
താങ്ക് യു ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പ്. എല്ലാ കുഞ്ഞുമക്കളും എല്ലാവരും കൂടെ നോക്കിക്കേ, കുഞ്ഞുമക്കൾ എല്ലാവരും കൂടെ മേടിച്ച് വലിയ സന്തോഷമാണ്. നമ്മുടെ പാമ്പ്ളാനി പിതാവ് നൽകുന്ന 500 രൂപ ക്യാഷ് അവാർഡ് ഫ്രാൻസിസ് അസീസി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. ലീഡർ മേടിച്ചു കേട്ടോ, ലീഡർ മേടിച്ചു. ഓക്കെ, സെക്കൻഡ് 250 രൂപ, 250 രൂപ കൊച്ചു ദ്രസ്യ. നോക്കിക്കേ, ആദ്യം പുറകോട്ട് നിന്ന കൊച്ചു ദ്രസ്യ ഗ്രൂപ്പ് പിന്നീട് മികച്ചവരായിട്ട് തിരികെ വന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. 250 രൂപ ക്യാഷ് അവാർഡ് നേടിയിരിക്കുകയാണ്. യെസ്, കൊച്ചു ദ്രസ്യ നമ്മുടെ വൈസ് ഡയറക്ടർ സിസ്റ്ററിന്റെ ഗ്രൂപ്പാണ്, ആനിമേറ്റർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലായിടത്തും സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിന്റെ പിള്ളേർ സൂപ്പറാണ്, അടിപൊളി. ജയ് ജയ് മിഷല്ലേ, ജയ് ജയ് മിഷല്ലേ, പാറട്ടെങ്ങനെ പാറട്ടെ, ചെമ്മൻ ഞെക്കൊടി പാറട്ടെ. അടുത്തത് 100 രൂപ ക്യാഷ് അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മരിയ കോരത്തി ടീം മരിയ കോരത്തി. നമ്മുടെ ആനിമേറ്റർ അവാർഡ് ഉണ്ട് കേട്ടോ, ബെസ്റ്റ് ആനിമേറ്റർ അവാർഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, 150 രൂപ ക്യാഷ് അവാർഡ് കൊച്ചു റസ്യ ഗ്രൂപ്പ്. ഓക്കെ, മരിയ കോരത്തി ലീഡർ നന്നായിട്ട് നയിച്ചു കേട്ടോ, മെഡിക്കി കേട്ടോ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇത് ഞള്ളക്കാട്ട് പിതാവ് നൽകുന്ന 150 രൂപ ക്യാഷ് അവാർഡാണ് കേട്ടോ. നല്ലക്കാട്ട് പിതാവ് നൽകുന്ന വല്യമറ്റം പിതാവ് നൽകുന്ന 150 രൂപ ക്യാഷ് അവാർഡ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ജയ് ജയ് മിഷല്ലേ, പാറട്ടെങ്ങനെ പാറട്ടെ, ചെമ്മഞ്ഞക്കൊടി പാറട്ടെ. 100 രൂപ ക്യാഷ് അവാർഡ് നേടിക്കൊണ്ട് കാർലോ അക്കിറ്റസ് ഗ്രൂപ്പ്. കാർലോ അക്കിറ്റസ് എല്ലാവർക്കും ഓരോ ഐസ് ക്യൂബ് കഴിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഓടിവാ ഗ്രൂപ്പ് ലീഡേഴ്സ്, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, സെക്രട്ടറി എല്ലാവരും. അതെ. ഓക്കെ, 100 രൂപ ക്യാഷ് അവാർഡ്. കമോൺ, ഇത് ഡയറക്ഷൻ അല്ല കേട്ടോ, ഇത് വലിയമറ്റം പിതാവ് നൽകുന്ന ക്യാഷ് അവാർഡ്. 100 രൂപ ക്യാഷ് അവാർഡ് കാർലോ അക്കിറ്റസ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും മേടിച്ചോ, കുഞ്ഞുമക്കൾ എല്ലാവരും മേടിച്ചോ. ഓക്കെ, ജയ് ജയ് മിഷല്ലേ, ജയ് ജയ് മിഷല്ലേ. ഓക്കെ, അടുത്തത് നമ്മുടെ ബെസ്റ്റ് ആനിമേറ്റേഴ്സിനുള്ള ഓക്കെ ലീഡർ. ഓക്കെ, താങ്ക് യു കേട്ടോ. അടുത്ത് നമ്മുടെ ആനിമേറ്റേഴ്സിനുള്ള 4 ആനിമേറ്റേഴ്സും അടിപൊളിയായിട്ട് അതിൽ പങ്കുചേർന്നു. 4 ആനിമേറ്റേഴ്സ് മുമ്പോട്ട് വരാവോ? 4 ആനിമേറ്റേഴ്സും 4 ആനിമേറ്റേഴ്സ് അത് നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയുള്ള കേട്ടോ. അതെയോ? ഓക്കെ, 2 പേരേ ഉള്ളൂ. 2 പേര്. ഓക്കെ, ഡയറക്ടർ അച്ഛൻ നൽകുന്ന 100 രൂപയുടെ ക്യാഷ് അവാർഡ്. ഇത് നിങ്ങൾ നേർച്ചപ്പെട്ടിയിൽ ഇടാൻ വേണ്ടിയല്ല, ഇത് അച്ഛൻ തരുന്നത് നിങ്ങൾക്ക് മിഠായിയും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി. 2 പേർക്കും. അതെ, 2 പേർക്കും. എവിടെ? 4 പേർക്ക് ഡയറക്ടർ അച്ഛൻ 2 പേര് ഇതുണ്ടോ? ഓക്കെ, അതിൽ ഓരോരുത്തരും മതി, ഓരോരുത്തർ. ഓക്കെ, എന്തായാലും 4 പേർക്കും ഇരിക്കട്ടെ. ഓടിവാ. ഓക്കെ, ഈ ആനിമേറ്റേഴ്സ് ആണ് നിങ്ങളെ നയിച്ചത്. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. യെസ്, അതെ, ശരി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിച്ചാലോ? ജയ് ജയ് മിഷല്ലേ, ബദിയെടുക്കയിലെ കുഞ്ഞോളങ്ങൾ, ഒന്നിച്ചൊന്നായി പാടുന്നു, ആമോദത്താൽ പാടുന്നു. ജയ് ജയ് മിഷല്ലേ. താങ്ക് യു സോ മച്ച് അച്ഛാ, താങ്ക് യു.